എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1575 ദിവസത്തെ മലയാള വിഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. നമ്മുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ ഉമാ വി, അസോസിയേറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി, ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. വിഷയം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. നമുക്കറിയാം, കുറച്ചു കാലമായി ഈ നിയമം നിലവിൽ വന്നു, ആക്ട് നിലവിൽ വന്നു, പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു, ധാരാളം പേർ സഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്താണ്. എല്ലാ അറിവും ആയുധമാണെന്ന് പറയും. പ്രത്യേകിച്ച് ഹോമിയോപ്പതി വിഭാഗത്തെ ധാരാളം പേർ ഉന്നം വെക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തിരിച്ചറിവ് വളരെ പ്രതിരോധം സൃഷ്ടിക്കാൻ നമുക്ക് സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് IFPH ഇങ്ങനെ വിഷയം തിരഞ്ഞെടുത്തത്. ഈ വിഷയത്തിലേക്ക് ആധികാരിക സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ ഉമയെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഉമ, അൺമ്യൂട്ട് ചെയ്യണേ. നമസ്കാരം, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. അപ്പോ ഇന്ന് IFPHന്റെ ഈ 1575 എപ്പിസോഡിലേക്ക് എന്നെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ടോപ്പിക് ഇന്ന് തന്നേക്കുന്നത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ആണ്. അപ്പൊ ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ ഡോക്ടേഴ്സിനും, എന്നെ സ്വാഗതം ചെയ്ത ഡോക്ടർ മനോജിനും എല്ലാം നമസ്കാരം ഒന്നുകൂടെ. അപ്പോൾ നമ്മള് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. നമ്മള് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 2010 ആദ്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റിൽ അത് തുടങ്ങിയത്. 2010 തന്നെ അത് വരുന്നതിന് മുന്നേ, ഒരു ആക്ട് വരുന്നതിന് മുന്നേ എപ്പോഴും നമുക്ക് എന്താണ് ഒരു ആക്ടിന്റെ ആവശ്യകത, കാര്യം മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് ഒരുപാട് ആക്ടുകളും ബില്ലുകളും എല്ലാം അവരുടെ പുറത്തുണ്ട്. ഒരുപാട് പ്രാക്ടീസിനും റൂൾസും റെഗുലേഷൻസും എല്ലാം ഫോളോ ചെയ്യുന്നവരാണ്. അപ്പൊ അതിനും മുകളിലായിട്ട് എന്താണ് ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ഇപ്പൊ 2010 വന്നിട്ടും നമ്മളിപ്പോഴും അതിന്റെ പുറകിലെ ചർച്ചകളും അതിനെ നടപ്പിലാക്കുന്ന ശ്രമത്തിലും ഒക്കെയാണ് നിൽക്കുന്നത്, ഒരു ഇത്രയും വർഷം കഴിഞ്ഞിട്ടും. അപ്പൊ ഈ ആക്ട് വരുന്നതിന് നമ്മൾ ബേസിക്കായിട്ട് കുറെ റൂൾസ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനു മുന്നേ ഞാൻ ഇന്ന് ഒരു ചുരുങ്ങിയ വേളയിൽ ഈ ആക്ട് എന്താണെന്ന് മാത്രമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ആക്ടും അതിന്റെ ക്ലോസസ് എന്തൊക്കെയാണ്, അതിന്റെ ഒരു തുടക്കം എങ്ങനെയാണ് അത് തുടങ്ങിയത്, ഹിസ്റ്ററിയിലോട്ട് പോകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ്, അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്താ നമുക്ക് ഉണ്ടാവുന്ന അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ് ഇതിന്റെ ആവശ്യകത, ഇത്രയും ആണ് ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാണ്, നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് വായിക്കുന്നൊന്നുമില്ല. ആക്ടിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, എന്തിനാണ് ഈ ആക്ട് ഉണ്ടാക്കിയത്, ഒന്നുമല്ല, നമ്മുടെ എല്ലാ ഹോസ്പിറ്റലും, ഇന്ത്യയിലുള്ള എല്ലാ ഹോസ്പിറ്റലും ക്ലിനിക്കും എല്ലാം ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ. ഓൾറെഡി ഓരോരോ സ്ഥലങ്ങളിൽ നമ്മൾ പ്രാക്ടീഷണേഴ്സ് എല്ലാം രജിസ്റ്റേർഡ് ആണ്, പക്ഷെ ഓരോ ക്ലിനിക്കൽ സ്ഥാപനങ്ങളും കൂടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ആക്ട് ആണ്. പിന്നെ റെഗുലേഷൻ, അതിന്റെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഈ ആക്ടിന്റെ ഉത്പത്തിയുടെ കാരണമായി വന്നിരിക്കുന്നത്. പിന്നെ ഇത് വരാനുള്ള ഇമ്പോർട്ടൻറ്റ് കാരണം എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 47 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ മാൻഡേറ്റ് ആയിട്ടുള്ള, അതായത് നിർബന്ധമായി പാലിക്കണം എന്നുള്ള 47 പറയുന്നത് ഇംപ്രൂവ്മെന്റ് ഇൻ പബ്ലിക് ഹെൽത്ത് ആണ്. അപ്പൊ അതിനു വേണ്ട എല്ലാ ശ്രമവും നമുക്ക് ചെയ്യാം. അപ്പൊ ആർട്ടിക്കിൾ 47 പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ് എല്ലാ ആൾക്കാരുടെയും, അതായത് പബ്ലിക് ഹെൽത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് തീരുമാനം എടുക്കാനുള്ള അവകാശമുള്ളത്. അപ്പൊ സ്റ്റേറ്റിന് അത് ഡിസൈഡ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ റൂൾസും റെഗുലേഷൻ ഫ്രെയിം ചെയ്യാം, പബ്ലിക്കിന് മാക്സിമം നമുക്ക് എത്രത്തോളം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പബ്ലിക് ഹെൽത്തിന്. അതിനു വേണ്ടിയിട്ട് ഉള്ള ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവരുടെ ഉദ്ദേശം, ക്ലിനിക്കൽ ആക്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ, ആദ്യം യൂണിഫോം സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക. നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾക്ക് ഒരു യൂണിഫോം സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക. പിന്നെ ഈ പറയുന്ന പോലെ ഈ ഒരു രജിസ്റ്റർ ഉണ്ടാക്കുക. എല്ലാ ഹോസ്പിറ്റൽ, ക്ലിനിക്ക്, ഡെന്റൽ ഹോസ്പിറ്റലോ മെഡിക്കൽ ഹോസ്പിറ്റലോ ആയുഷ് ഹോസ്പിറ്റലോ, ഇതിന് എല്ലാത്തിൻ്റെ ഒരു ഡെന്റൽ രജിസ്റ്റർ, അത് നാഷണൽ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് ലെവലിൽ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ ഒരാൾക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ സേവനങ്ങൾ നമുക്ക് കിട്ടും, എത്ര ഹോസ്പിറ്റൽസ് ഉണ്ട്, അത് ഏത് ലെവലിലുള്ളതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ടുള്ളത്, ആർക്ക് വേണമെങ്കിലും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലോ ക്ലിനിക്കോ തുടങ്ങാൻ പറ്റില്ല. അതിന് നമുക്ക് വ്യാജന്മാരെ പിടിക്കാനുള്ള ഒരു ഇതും കൂടെയാണ്. പ്രോപ്പറായിട്ട് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ അങ്ങനെ പ്രാക്ടിക്കൽ ഇത് തുടങ്ങാൻ പറ്റില്ല, ക്ലിനിക്ക്.
അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളിപ്പോൾ മലയാളം ചാപ്റ്റർ ആയതുകൊണ്ട് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലോട്ട് തന്നെ ഡയറക്റ്റ് പോകാം. കാര്യം ഇതിന്റെ 2018 നമ്മൾ ഇത് അഡോപ്റ്റ് ചെയ്തത്. ആദ്യം തന്നെ നമുക്കറിയാം 4 സ്റ്റേറ്റുകൾ, അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, സിക്കിം, മിസോറാം, പിന്നെ യൂണിയൻ ടെറിട്ടറീസ് എല്ലാം, ഡൽഹി ഒഴികെ ബാക്കി എല്ലാവരും തന്നെ ഓൾറെഡി ഇത് 2012 തന്നെ, 10 വരുമ്പോൾ 12 തന്നെ അത് അഡോപ്റ്റഡ് ആണ്. ബാക്കി കുറച്ച് സ്റ്റേറ്റുകാർ ഓൾറെഡി കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളവരാണ്. അവരും കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്ത് അവരും കുറച്ച് അഡോപ്റ്റ് ചെയ്തു. എന്നാൽ കേരളം, ഗുജറാത്ത്, ഗോവ ഇതിൽ യാതൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാതിരുന്ന ഒരു സ്റ്റേറ്റുകളായിരുന്നു. അപ്പൊ അവർക്ക് ഇത് പുതിയതായിട്ട് സ്റ്റാൻഡേർഡ്സ് എല്ലാം ഉണ്ടാക്കിയാണ് നമ്മൾ ക്ലിനിക്കൽ, അതുകൊണ്ടാണ് ഇത്രയും വർഷം എടുത്തത്. 2018 ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ഇപ്പൊ എല്ലാം രജിസ്ട്രേഷൻ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഇത്രയും ഡിലേ ആയതിന്റെ കാരണം. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റൽ, മെറ്റേണിറ്റി ഹോം, നഴ്സിംഗ് ഹോം, ക്ലിനിക്, സാനിറ്റോറിയം ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയാണ് ഇതിന് അത്യാവശ്യം നമുക്കറിയാവുന്ന പേരുകളിലുള്ള എല്ലാം ഡിസ്പെൻസറി എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഫെസിലിറ്റീസ് വിത്ത് ഓർ വിത്തൗട്ട് ബെഡ് ഉള്ളവർ, ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ്, മുറിവ്, ചതവ് അതിനെയൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന, പിന്നെ ഡെന്റൽ കെയർ, പ്രഗ്നൻസി, ഇൻഫെർട്ടിലിറ്റി ബൈ എനി റെക്കഗ്നൈസ്ഡ് സിസ്റ്റം ഓഫ് മെഡിസിൻ, അതായത് റെക്കഗ്നൈസ്ഡ് സിസ്റ്റം ഉള്ളവർക്ക് മാത്രമേ ഒരു ക്ലിനിക്ക് നടത്താവുള്ളൂ എന്നൊരു നിർബന്ധം കൂടെ ഇതിൽ വന്നിരിക്കുകയാണ്. അത് ഒരാളോ ഒന്നിൽ കൂടുതൽ ആൾക്കാരോ മാനേജ് ചെയ്യുന്നതായിരിക്കാം. ഇനി കുറച്ച് പേരുകൾ ഇതിൽ പരിചയപ്പെടുത്തുകയാണ്. ക്ലിനിക് എന്ന് വെച്ചാൽ എന്താണ് വ്യാഖ്യാനങ്ങൾ വരുന്നത്? ക്ലിനിക് എന്ന് വെച്ചാൽ ഒന്നോ അതിൽ കൂടുതലായിട്ടുള്ള ആൾക്കാരോ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സ്, ഹോസ്പിറ്റലിനേക്കാളും ചെറിയ രീതിയിൽ തുടങ്ങുന്നതിനെയാണ് നമ്മൾ ക്ലിനിക് എന്ന് പറയുന്നത്. ക്ലിനിക്ക് ഔട്ട് പേഷ്യന്റ് സർവീസ് ആണ് കൊടുക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ഒരു എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റ് വന്നാലും അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കൊടുത്താലും ഒബ്സർവേഷനും ഒരു ഷോർട്ട് സ്റ്റേയും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ക്ലിനിക്. അതായത് ഹോസ്പിറ്റലിനേക്കാളും ചെറിയ ഒരു സംരംഭം. പിന്നെ ഡേ കെയർ ഫെസിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ ചില ഹോസ്പിറ്റലിന്റെ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഔട്ട്സൈഡ് ദ പ്രിമിസസ് തന്നെ കുറച്ച് ഹോസ്പിറ്റൽസ് അവരുടെ റെഫറൽ അതേ ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യാലിറ്റിയോ അങ്ങനെ ഒരു വിങ് പോലെ തുടങ്ങുന്നതിനാണ് ഡേ കെയർ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ചിലപ്പോൾ ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റലും ഇത് തുടങ്ങാൻ പറ്റും. അപ്പൊ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റി. എന്തെങ്കിലും ഒരു എമർജൻസി കേസ് വരുവാണെങ്കിൽ അവർ റെഫറൽ മെക്കാനിസം കൂടെ അതിൽ ഉൾപ്പെടുത്തണം. അത് ഡേ കെയർ ഫെസിലിറ്റി ആണെങ്കിലും അവർ എമർജൻസി വന്നാൽ ഇന്ന ഹോസ്പിറ്റലിലോട്ട് അവർ റെഫർ ചെയ്യും എന്നുള്ളത് അവരിവിടെ നിർബന്ധമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. അതിനെയാണ് ഡേ കെയർ ഫെസിലിറ്റി. 1-2 വാക്കുകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഒരു ട്രീറ്റ്മെന്റ് ഡയഗ്നോസിസിന് ഭാഗം മാത്രമല്ല, മെഡിക്കൽ ലബോറട്ടറി സർവീസസ്, ഡയഗ്നോസിസ്, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്യുന്ന മെഡിക്കൽ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങളും എല്ലാം ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് പത്തോളജിക്കൽ, ബാക്ടീരിയോളജിക്കൽ, ജനറ്റിക്, റേഡിയോളജിക്കൽ, ഒരു എക്സ്റേ സ്ഥാപനമാണെങ്കിൽ പോലും കെമിക്കൽ, ബയോളജിക്കൽ ടെസ്റ്റ് ഇതൊക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങളും മെഡിക്കൽ ലബോറട്ടറി നമുക്ക് ആര് റൺ ചെയ്യുകയാണെങ്കിലും അവരും നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇനി ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പറയുന്നത് ഈ സ്ഥാപനങ്ങൾ റൺ ചെയ്യുന്നത് ഗവൺമെന്റോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ്, അത് പ്രൈവറ്റോ പബ്ലിക്കോ ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് നടത്തുന്നതാവാം, പാർട്ട്ണർഷിപ്പ് ഫേം ആവാം, കോർപ്പറേഷൻ ആവാം, അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത്രയും സ്ഥാപനങ്ങൾ ക്ലിനിക്കൽ സ്ഥാപനങ്ങളുമായിട്ട് നടത്തുകയാണെങ്കിലും നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അവരൊക്കെയാണ് ഇതിൽ നടത്താൻ യോഗ്യരായിട്ടുള്ളവർ. ഇനി നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്ന ഇത് ആർക്കൊക്കെ ഇത് രജിസ്റ്റർ ചെയ്യണം? എല്ലാവരും രജിസ്റ്റർ ചെയ്യണോ? ഒറ്റ ക്ലിനിക്കായിട്ട് നടത്തുന്ന ഒരു ഡോക്ടർ മാത്രം പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഇതിൽ നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണോ എന്നൊരു സംശയങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എക്സംഷൻ മെയിൻ ആയിട്ട് കൊടുത്തത് ആംഡ് ഫോഴ്സസിനുള്ള ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ് മാത്രമാണ് അവർ എക്സംഷൻ കൊടുത്തിട്ടുള്ളത്. ആംഡ് ഫോഴ്സസ് മിലിറ്ററി, ആർമി, നേവി, എയർഫോഴ്സ് ഇത്രയും ആൾക്കാരുടെ ഹോസ്പിറ്റൽസിനാണ് അവർ രജിസ്റ്റർ ചെയ്യേണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഇതുപോലെ പിന്നെ ഉള്ള ചർച്ചകളുടെ ഭാഗമായിട്ട് അമെൻമെന്റ് ആയിട്ട് വന്നത് കൺസൾട്ടേഷൻ സർവീസ് മാത്രം കൊടുക്കുന്ന സ്ഥലങ്ങളും രജിസ്റ്റർ ചെയ്യേണ്ട. അതായത് നമ്മൾ വേറെ പ്രൊസീജിയറോ അങ്ങനെ അല്ലെങ്കിൽ ഒരു കൂടെ ഒരു ഹെൽപ്പറോ കൂടെ ഇല്ലാത്ത ഒറ്റ കൺസൾട്ടേഷൻ മാത്രം ഉള്ള സർവീസസ് മാത്രം രജിസ്റ്റർ ചെയ്യേണ്ട. ബാക്കി എല്ലാവരും പതിയെ ഇതിൽ രജിസ്റ്റർ ചെയ്യണം. ഈ കൺസൾട്ടേഷൻ സർവീസസ് എന്ന് ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ, ഡയഗ്നോസിസ്, നമ്മളൊരു ഡയഗ്നോസിസിലെത്താം, മരുന്ന് കൊടുക്കാം, ഫസ്റ്റ് എയ്ഡും ഒബ്സർവേഷനും ഇത്രയും മാത്രമാണ് ഉള്ളതെങ്കിൽ നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല.
ഇനി കുറച്ച് സ്ഥലങ്ങൾ, അതായത് ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ പറയുന്നത് എമർജൻസി മെഡിക്കൽ കണ്ടീഷൻ ട്രീറ്റ് ചെയ്യണം എന്നാണ്. ചില കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ക്ലിനിക്കായിട്ട് ഹെൽപ്പറും വെച്ച് ഒരു അസിസ്റ്റന്റും വെച്ച് ഒരു ഫാർമസിസ്റ്റ് അവരെയൊക്കെ കൂടെ റൺ ചെയ്യുന്ന ഒരു സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് എമർജൻസി മെഡിക്കൽ കണ്ടീഷൻ ഹാൻഡിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് അക്യൂട്ട് സിംറ്റംസ് ഓഫ് സഫീഷ്യന്റ് സിവിയറിറ്റി, അതായത് ഏറ്റവും ഭയങ്കരമായ വേദനകൾ മാത്രമല്ല, പേഷ്യന്റിന് എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെൽത്ത് സിറ്റുവേഷൻ എത്തും നമ്മൾ അഥവാ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളത് മാനേജ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എമർജൻസി മെഡിക്കൽ കണ്ടീഷൻ. എസ്പെഷ്യലി ഇത് പറയുന്നത് പ്രഗ്നന്റ് വിമനും അൺബോൺ ചൈൽഡിന്റെയും വിമന്റെയും കണ്ടീഷൻസ്, എന്തെങ്കിലും ഗർഭിണികളായ സ്ത്രീകൾ വരുവാണെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള എമർജൻസി മെഡിക്കൽ കെയർ കൊടുക്കാൻ പ്രാപ്തരായിരിക്കണം ഓരോ ചെറിയ ക്ലിനിക് ആണെങ്കിലും. അതേപോലെ പെട്ടെന്ന് ഒടിവോ ചതവോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ഇതാണ് എമർജൻസി മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേറൊരു ടേം പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഏത് ക്ലിനിക്കോ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമ്മൾ പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള യോഗ്യരും ആയിരിക്കണം. പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു എമർജൻസി മെഡിക്കൽ കണ്ടീഷനിൽ വരുമ്പോൾ നമ്മൾ അവരെ റെഫർ ചെയ്യുന്ന വേറൊരു ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നതിന് മുന്നേ അവർക്ക് എന്തെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് വരെ ഒരു ഡിറ്റീരിയോറേഷൻ ഒന്നും ഉണ്ടാവാതെ നമ്മൾ നോക്കണം. അതിനെയാണ് പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് അയക്കുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഈ ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടു സ്റ്റെബിലൈസ്, നമ്മൾ എമർജൻസി മെഡിക്കൽ കണ്ടീഷൻ ഹാൻഡിൽ ചെയ്യണം. ഇനി ഈ നാഷണൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഓരോ സ്റ്റേറ്റിലും അതാത് സമയം കൊടുത്ത് അതാത് ആൾക്കാരെ നിയോഗിച്ച് അവരവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫ്രെയിം ചെയ്ത് ഇത് നടപ്പിലാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ രജിസ്റ്റർ ചെയ്യുമ്പോൾ കേരള സ്റ്റേറ്റിൽ വരുമ്പോൾ സ്റ്റേറ്റ് കൗൺസിൽ ഫോം ചെയ്യുന്നുണ്ട്. ആ സ്റ്റേറ്റ് കൗൺസിലിന്റെ അംഗങ്ങളാണ് ഇത് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, എങ്ങനെയാണ് ക്ലിനിക്കുകൾ തരംതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ അതിന്റെ ആൾക്കാരെന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് കൗൺസിലിൽ വരുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഹെൽത്ത് സെക്രട്ടറി, പിന്നെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി, പിന്നെ ഇതെല്ലാം നമ്മുടെ സൈറ്റിലുള്ളത് തന്നെയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഹെൽത്ത് സർവീസ് ഡയറക്ടർ, ഹെൽത്ത് സർവീസ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഡയറക്ടർ, ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ആൻഡ് പബ്ലിക് ഹെൽത്ത് ലാബ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ. ഇവരെല്ലാവരും കൂടി ചേർന്നാണ് സ്റ്റേറ്റ് കൗൺസിൽ ഉണ്ടാവുന്നത്. ഇനി ഇവരുടെ മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ് കൗൺസിൽസ് ആണ് നമ്മൾ ഓരോ ക്ലിനിക്കും പെർമനന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ. ആ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റും, ആ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്നത് തന്നെ ഈ കൗൺസിലാണ്. ഈ കൗൺസിൽ അപ്പോഴപ്പോഴായിട്ട് അമെൻമെന്റോ അല്ലെങ്കിൽ നമ്മുടെ ഈ സൈറ്റിൽ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ സൈറ്റിൽ ഈ സ്റ്റാൻഡേർഡ്സ് ഡിഫൈൻ ചെയ്ത് തരും. അതനുസരിച്ച് ഓരോ ക്ലിനിക്കിലും എന്തൊക്കെ ആവശ്യങ്ങൾ വേണം എന്നുള്ളത് അവരാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ അവർ ക്ലാസിഫൈ ചെയ്യും, കാറ്റഗറൈസ് ചെയ്യും. അതായത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഇപ്പൊ ആയുഷ് വിഭാഗമാണോ യുനാനി വിഭാഗമാണോ അങ്ങനെ ക്ലാസിഫൈ ചെയ്യും, കാറ്റഗറൈസ് ചെയ്യും. അതായത് ലെവൽ 1, ലെവൽ 2 ഹോസ്പിറ്റലാണോ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതും ഇവരുടെ ജോലിയാണ്. പിന്നെ ഇവര് ആണ് നമ്മുടെ എല്ലാ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലിനിക്കുകളും രജിസ്റ്റർ ചെയ്തതിനു ശേഷം ദേ വിൽ പബ്ലിഷ് ഇൻ സ്റ്റേറ്റ് രജിസ്റ്റർ. നമ്മൾ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ നമ്മൾ പ്രാക്ടീഷണേഴ്സിന്റെ പേരുകൾ ഡിസ്പ്ലേ ചെയ്യുന്ന പോലെ ഇവർ ഓരോ ക്ലിനിക്കിന്റെയും ഹോസ്പിറ്റലിന്റെയും രജിസ്റ്റർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇത് എങ്ങനെയാണ് ഇവർ പറഞ്ഞ റൂൾസ് അനുസരിച്ച് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഇൻസ്പെക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുകയും കാലാകാലങ്ങളിൽ ഇൻസ്പെക്ഷൻ നടത്തുകയും ചെയ്യും. ഇതാണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ അംഗങ്ങളുടെ ഫങ്ഷൻസ്. ഇനി ഇവര് നമ്മുടെ ഓരോ സ്റ്റേറ്റിനും ഓരോ പ്രത്യേകതയുണ്ട്. അതാണ് ആർട്ടിക്കിൾ 47 പറയുന്നത്. ഓരോ സ്റ്റേറ്റിനും അവരുടെ ഹെൽത്ത്, പബ്ലിക്കിന്റെ ഹെൽത്ത് തീരുമാനിക്കാനുള്ള അവകാശങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ഇത് ഒരുപാട് സ്റ്റേറ്റുകൾ തന്നെ ഇത് എതിർത്തിട്ടും ഇത് മാൻഡേറ്റ് ആയിട്ട് ആർട്ടിക്കിളിൽ പറയുന്നത് കൊണ്ട് പബ്ലിക് ഹെൽത്ത് ഇത് എങ്ങനെയെങ്കിലും നമ്മൾ ഇത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഈ സ്റ്റേറ്റ് കൗൺസിൽസിന് ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് റെക്കമെൻഡ് ചെയ്യാം ഗവൺമെന്റോട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം. അതുപോലെ ഡേറ്റ എല്ലാം കൂടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇത്ര പേര് ഇവിടെ ഇന്ന അസുഖങ്ങൾക്ക് വേണ്ടി ചികിത്സ എടുത്തു, അങ്ങനെയൊക്കെ ഒരു ഡേറ്റ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ നാഷണൽ രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് രജിസ്റ്ററും ഉണ്ട്, നാഷണൽ രജിസ്റ്ററും ഉണ്ട്, അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ. പിന്നെ ഇവർക്കൊരു കഴിവെന്ന് വെച്ചാൽ നമ്മൾ ഇവരുടെ കീഴിലാണ് പെർമനന്റ് രജിസ്ട്രേഷനും പ്രൊവിഷണൽ രജിസ്ട്രേഷനും വാങ്ങിക്കുന്നത്. കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പേഴ്സ് ആണ് തീരുമാനിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരവും ഈ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ അംഗങ്ങൾക്ക് തന്നെയാണ്. പിന്നെ വരുന്നത് നമ്മളിത്
എങ്ങനെയൊക്കെയാണ് ഇത് രജിസ്റ്റർ ചെയ്യാം. അതിന്റെ റൂൾസ് ഒക്കെ വെബ്സൈറ്റിലുണ്ട്, ആപ്ലിക്കേഷൻ ഫോംസ് എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്പ് രജിസ്ട്രേഷൻ ഉണ്ട്, അതാണ് ആക്ടിൽ പറയുന്നത്. രജിസ്ട്രേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്. അതേപോലെ നമ്മൾ ഈ ആക്ട് 2018 വന്നതിന് ശേഷം 2 വർഷത്തിനകം തന്നെ ഈ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പേഴ്സ് ആണ് തീരുമാനിച്ച സ്റ്റാൻഡേർഡ്സ് നമുക്ക് തരുന്നത്. ഇനി രജിസ്ട്രേഷൻ ഏതൊക്കെ രീതിയിലാവാം? ഈ ആക്ട് പ്രകാരം 2 ടൈപ്പിലാണ് രജിസ്ട്രേഷൻ ഉള്ളത്. ഒന്ന് പ്രൊവിഷണൽ രജിസ്ട്രേഷനും രണ്ടാമത് പെർമനന്റ് രജിസ്ട്രേഷൻ. അപ്പൊ നമ്മുടെ ഇപ്പോൾ ഉള്ള എല്ലാ ഹോസ്പിറ്റലും തന്നെ ക്ലിനിക്കുകളും തന്നെ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാവും. കാര്യം അതൊരു മാൻഡേറ്റ് ആണ്. അതുകൊണ്ട് അത് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ആ ഫോമിൽ നിർദ്ദിഷ്ട ഫോമിൽ നിർദ്ദിഷ്ട തുക അടച്ച് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എൻക്വയറി ഒന്നുമില്ല. അതിനകത്ത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പേരും അഡ്രസ്സും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊവിഷണൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തരും. അത് ഒരു 2 years ആണ് അതിന്റെ വാറന്റി. ഇപ്പൊ 3 years ആക്കിയിട്ടുണ്ടെന്നാണ്. അത് അമെന്റ്മെന്റ് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ പെർമനന്റ് രജിസ്ട്രേഷൻ. പെർമനന്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പം കിട്ടുന്നതല്ല. അപ്പോഴാണ് നമ്മൾ ഇതിന് ഇത്രയും ചർച്ചകൾ ഉണ്ടാക്കുന്നത്. അത് വെറുതെ ഇങ്ങനെ പേര് രജിസ്റ്റർ ചെയ്താൽ പോരാ. ഇവർ പറയുന്ന കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ പറയുന്ന സ്റ്റാൻഡേർഡ്സ് നമ്മൾ പാലിക്കണം. അത് പാലിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മീറ്റ് ചെയ്യുന്ന അവരുടെ സ്റ്റാൻഡേർഡ്സ്, മിനിമം സ്റ്റാൻഡേർഡ്സ് ആണ് പറയുന്നത്. അത് മീറ്റ് ചെയ്താൽ മാത്രമേ പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. ഇനി ഈ പെർമനന്റോ പ്രൊവിഷണലോ ആവുന്ന രജിസ്ട്രേഷന്റെ കണ്ടീഷൻസ് എന്താണ്? പെർമനന്റ് രജിസ്ട്രേഷന്റെ കണ്ടീഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് പബ്ലിക്കിന് കൊടുക്കുന്ന ഉറപ്പുവരുത്തി നമ്മളവിടെ തെളിയിച്ച് രേഖാമൂലം അവരെ കാണിക്കണം. പിന്നെ മിനിമം റിക്വയർമെന്റ് ഓഫ് പേഴ്സണൽ. ഒരു ഹോസ്പിറ്റലിൽ ഒരു A-level ക്ലിനിക്കിൽ ഒരു ഡോക്ടർ, ഒരു ഹെൽപ്പർ, ഒരു ഫാർമസിസ്റ്റ്, ഒരു നഴ്സ് വേണമെങ്കിൽ അത്രയും ആൾക്കാർ തന്നെ ഉണ്ടാവണം. പിന്നെ ഈ റെക്കോർഡ്സ്, മെയിൻ്റനൻസ്, ഹോസ്പിറ്റലിൽ അവർ ആവശ്യപ്പെടുന്ന റിപ്പോർട്ട്സും എല്ലാം മെയിൻറ്റൈൻഡ് ആയിരിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ, ഏതൊരു സ്ഥാപനവും രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ പേഷ്യൻസിനെ എമർജൻസി കണ്ടീഷനിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ ഏബിൾ ആയിരിക്കണം. എമർജൻസി കണ്ടീഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രാപ്തിയും ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ രജിസ്ട്രേഷന് പോകുന്നത്. ഇനി എല്ലാ കേരളത്തിലുള്ള എല്ലാ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്സും രജിസ്റ്റർ ചെയ്തേ പറ്റൂ. നിർബന്ധമായിട്ട് ഈ ആക്ട് പ്രകാരം നമ്മൾ ചെയ്യണം. പിന്നെ വേറൊരാളും ഈ രജിസ്റ്റർ ചെയ്യാതെ ക്ലിനിക്ക് ഇവിടെ നടത്താൻ, ക്ലിനിക് ഓർ ഹോസ്പിറ്റൽ, നഴ്സിംഗ് ഹോം, ഡെന്റൽ കെയർ ഫെസിലിറ്റി, ഇതൊന്നും നടത്താനുള്ള അവകാശമില്ല. എല്ലാവരും നിർബന്ധമായിട്ട് അവർ കാലാവധി തരുന്നുണ്ട്, 2 വർഷം 3 വർഷം, അതനുസരിച്ച് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്തേ പറ്റൂ. പിന്നെ ഈ സ്റ്റാൻഡേർഡ്സ്, നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡ്സ് എല്ലാം നിർബന്ധമായിട്ട് ഇത് തന്നെയാണ് പിന്നെയും പറയുന്നത്. പ്രൊഫഷണൽ പെർമനന്റ് ആണെങ്കിലും അവർ പറഞ്ഞ സമയത്ത് നമ്മൾ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി ഏതെങ്കിലും സ്ഥാപനം രജിസ്റ്റർ ചെയ്യേണ്ടാത്തതുണ്ടോ എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. ലബോറട്ടറി ഓർ ഡയഗ്നോസ്റ്റിക് സെന്റർ. നമ്മൾ ഒരു ഹോസ്പിറ്റൽ നടത്താണ്, അതിന്റെ കൂടെ തന്നെ ഒരു ലാബ് ഉണ്ട്, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് സ്കാനിങ് സെന്റർ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ്, ആയുഷ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ഡയഗ്നോസ്റ്റിക് സെന്റർ ഉണ്ട്, എക്സ്റേ നോക്കുന്ന സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇൻഡിവിജ്വൽ ആയിട്ട് ഇവരാരും രജിസ്റ്റർ ചെയ്യേണ്ട. ആ ഹോസ്പിറ്റൽ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. അത് മാത്രമേ ഉള്ളൂ ഒരു രജിസ്ട്രേഷൻ വേണ്ടാത്ത സ്ഥാപനമായിട്ട് വരുന്നത്. സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ വേണ്ട എന്ന് പറയുന്നത്. ഇനി വരുന്നത് നമ്മൾ 2 ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ പറഞ്ഞല്ലോ, പ്രൊവിഷണൽ രജിസ്ട്രേഷനും പെർമനന്റ് രജിസ്ട്രേഷനും. പ്രൊവിഷണൽ രജിസ്ട്രേഷൻ അതായത് ഈ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ആക്ട്, അതായത് നമ്മൾ പറഞ്ഞു ഈ ആക്ട് എന്ന് പറഞ്ഞ 2010 തൊട്ടല്ല, ഏത് സ്റ്റേറ്റും അവരവരുടെ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയതിനു ശേഷം അതിനുശേഷം ഇവർ പതുക്കെ ഇത് എല്ലാം ഡിഫൈൻ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ 2018 അഡോപ്റ്റ് ചെയ്തത്. അത് തുടങ്ങി 2 വർഷത്തിനകം നമ്മൾ അതിനകം എല്ലാവരും പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ 45 ഡേയ്സിനകത്ത് നമുക്കൊരു റെസിപ്റ്റ് തരും, നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ആയി എന്ന് പറഞ്ഞുള്ള സർട്ടിഫിക്കറ്റും അവർ തരുന്നതായിരിക്കും. ഇതിന് വാലിഡിറ്റി 2 years ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രൊഫഷണൽ രജിസ്ട്രേഷൻ 3 years ആണ് വാലിഡിറ്റി. നമ്മൾ അത് കഴിഞ്ഞിട്ട് പെർമനന്റ് രജിസ്ട്രേഷനിലോട്ട് പോയാൽ മതി. ഈ സമയം എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കാനുള്ള സമയമാണ്. ഇനി പെർമനന്റ് രജിസ്ട്രേഷൻ പോകുന്നതിന് ആണ് ഇത്രയും കണ്ടീഷൻസ് പറഞ്ഞത്. ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് തന്നെയാണ് നമ്മൾ പെർമനന്റ് രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. അതിനു മുന്നേ ഈ പ്രൊവിഷണൽ തീരുന്നതിന് മുന്നേ നമ്മൾ സ്റ്റാൻഡേർഡ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കണം. അത് 60 days prior to the expiry of
പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ആണ്. നമ്മൾ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് 2 വർഷം അതിന്റെ കാലാവധി തീരുവാണെങ്കിൽ അതിന് 2 മാസം മുന്നേ നമ്മൾ പെർമനന്റ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിരിക്കണം. അത് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ചെയ്തില്ലെങ്കിൽ കൂടിയാൽ ഫീസ് കൊടുത്ത് അവർ പറയുന്ന ഫീസ് കൂടുതൽ നല്ല തുകയടച്ച് വേണം നമ്മൾ പെർമനന്റ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ. അത് സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം അവർ ഇൻസ്പെക്ഷൻ ടീം വന്ന്, അസസ്മെന്റ് ടീം ഒക്കെ ഉണ്ട്, അവർ ഇൻസ്പെക്ഷൻ നടത്തും. അവർ ഇൻസ്പെക്ഷൻ ടീമിന്റെ റിപ്പോർട്ട് വരണം. റിപ്പോർട്ട് വരുമ്പോൾ ഇവിടെ എല്ലാ സ്റ്റാൻഡേർഡ്സും ഉണ്ട്, അവർ പറയുന്ന എംപ്ലോയീസ് ഉണ്ട്, അവർക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, എല്ലാം ഉറപ്പാക്കിയതിന് ശേഷം അവർ രജിസ്ട്രേഷൻ തരും. അത് ഒരു 2 മാസത്തിനകം തന്നെ നമുക്ക് പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടുന്നതാണ്. ഇനി ചില സ്ഥാപനങ്ങൾ, ചില NABH അക്രഡിറ്റഡ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ NABL അക്രഡിറ്റഡ് സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് മാത്രം അവർ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എടുക്കണം, പെർമനന്റ് രജിസ്ട്രേഷൻ എടുക്കണം. പക്ഷെ അവർക്ക് മാത്രം ഇൻസ്പെക്ഷൻ വേണ്ട. കാര്യം ഓൾറെഡി ഇൻസ്പെക്ഷൻ പ്രോസസ്സിൽ കൂടെ പോയിട്ടാണ് അവർ NABH സ്ഥാപനങ്ങളാക്കുന്നത്. അതുകൊണ്ട് അവർ അപ്ലൈ ചെയ്താൽ തന്നെ ആ സ്റ്റാൻഡേർഡ്സിന്റെ കോപ്പീസ്, ഡോക്യുമെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്താൽ മതി. ഇൻസ്പെക്ഷൻ ടീം പോകാതെ തന്നെ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടും. ഇനി ഈ പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എത്ര വർഷം ഇത് നമ്മളിങ്ങനെ കൊണ്ടുപോകാം, വീണ്ടും എടുക്കണമെന്ന് വെച്ചാൽ 3 വർഷമാണ് ആദ്യം ആക്ടിൽ പറഞ്ഞിരുന്നത്. 3 വർഷം നമ്മൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പെർമനന്റ് രജിസ്ട്രേഷന് തന്നെയാണ് പോകേണ്ടത്. പക്ഷെ 3 വർഷം കാലാവധിയുണ്ട്. 2024 ലേറ്റസ്റ്റ് അത് 5 വർഷമാക്കി മാറ്റിയിട്ടുണ്ട്. ഒരിക്കൽ പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞ് അതിന് അടുത്ത റിന്യൂവലിന് പോയാൽ മതി. ലൈസൻസ് ആണ് നമുക്ക് നമ്മൾ വാഹനങ്ങളൊക്കെ പുതുക്കുന്നത് പോലെ 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ പുതിയതായിട്ട് റിന്യൂ ചെയ്യണം. ഇനി റിന്യൂവലിന് എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഇതേപോലെ പെർമനന്റ് രജിസ്ട്രേഷൻ 5 വർഷം കഴിയുമ്പോൾ വാലിഡിറ്റി ചെയ്യുന്നതിന്റെ 60 ദിവസം മുന്നേ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. ഈ പറയുന്ന പോലെ നമ്മൾ വണ്ടിയുടെയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കൊണ്ട് കാണിക്കണം, അങ്ങനെയൊക്കെയാണ്. ഇവിടെ അങ്ങനെയല്ല, നല്ല വലിയ എമൗണ്ട് ഫീസാണ് ചോദിക്കുന്നത്, അത് കൊടുത്ത് നമുക്ക് റിന്യൂ ചെയ്യാം. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. പെർമനന്റോ പ്രൊവിഷണലോ ആണെങ്കിലും നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇറ്റ് ഷുഡ് ബി ഡിസ്പ്ലേഡ് ഇൻ എ കോൺസ്പിക്വസ് പ്ലേസ്. നമ്മൾ പബ്ലിക് വരുന്നത് കാണണം, നമ്മുടെ ഹോസ്പിറ്റൽ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ നേടിയതാണോ പെർമനന്റ് രജിസ്ട്രേഷൻ നേടിയിട്ടുള്ളതാണോ എന്ന് കാണണം. പിന്നെ രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ, ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു, നമുക്ക് പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞു, പക്ഷെ ഇത് നമ്മൾ ആ സ്ഥാപനത്തിൽ, എസ്പെഷ്യലി ഗവൺമെന്റ് സ്ഥാപനമാകുമ്പോൾ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു മെഡിക്കൽ ഓഫീസർ ആയിരിക്കുമല്ലോ അതിന്റെ പെർമനന്റ് രജിസ്ട്രേഷൻ ചെയ്ത് അതിന്റെ ഓണറായിട്ട് സങ്കല്പിക്കാന്നല്ല, അവരാണ് അതിന്റെ ഓണർ എന്ന് പറയുന്നത്, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെഡിക്കൽ ഓഫീസറാണ്. അപ്പൊ അവര് ട്രാൻസ്ഫർ ആയി പോവുകയാണ്, പുതിയ ഒരു ഡോക്ടർ ചാർജ് എടുക്കുകയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ അവരുടെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതല്ല. ഇറ്റ് ഈസ് നോട്ട് ട്രാൻസ്ഫറബിൾ. ചേഞ്ച് ഇൻ ദ നെയിം ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഓണർഷിപ്പ്, കാറ്റഗറി, അതായത് വേറൊരു, ഇപ്പൊ നമ്മൾ ആയുഷ് ഹോസ്പിറ്റലിന്റെ കൂടെ ഹോമിയോ കൂടെ ആയുർവേദം, സിദ്ധ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേർക്കുകയാണെങ്കിൽ എന്ത് ചെയ്താലും, എന്ത് മാറ്റം വരുത്തിയാലും നമ്മൾ അത് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യണം. അതിനു മുന്നേ എന്ത് ചെയ്യണം? നമ്മൾ പോകുകയാണെങ്കിൽ, പുതിയൊരു ഡോക്ടർ ചാർജ് എടുക്കുകയാണെങ്കിൽ പോകുന്നതിന് മുന്നേ നമ്മൾ തിരിച്ച് ഈ അതോറിറ്റി, അതായത് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ അംഗങ്ങൾ അതോറിറ്റിക്ക് നമ്മൾ ഇത് തിരിച്ച് സമർപ്പിച്ചിട്ട് പുതിയതായിട്ട് 1 മാസത്തിനകം അപ്ലിക്കേഷൻ കൊടുത്താൽ മതി. അപ്പൊ ഇതാണ് അതിന്റെ കണ്ടീഷൻ. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാണ്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല ഓണർഷിപ്പ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചാൽ, ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ ഒരു പ്രാവശ്യം രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ 5 വർഷം വരെ നമുക്ക് ഒന്നും തിരിഞ്ഞു നോക്കണ്ടെന്നല്ല, ഈ സ്റ്റാൻഡേർഡ്സ് എല്ലാം നടന്നു പോകുന്നുണ്ടോ നോക്കുന്ന ഒരു ചുമതല കൂടെ സ്റ്റേറ്റ് കൗൺസിലിനുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്താറുണ്ട്. അവര് വന്ന് നമ്മൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ്സുമായിട്ട് കംപ്ലൈഡ് അല്ല, ചേർന്ന് പോകുന്നില്ല, കുറെ തെറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഇതൊന്നും പാലിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അതിന് ക്യാൻസലേഷന്റെ ഒരു തുടക്കമാണ്. അത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കേസസ് റിപ്പോർട്ട് ചെയ്യാണ്. അതായത് ഈ ഒരു ക്ലിനിക് സ്ഥാപനങ്ങൾ എന്തെങ്കിലും ഒരു നെഗ്ലിജൻസോ അപാകതയോ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള പേഷ്യന്റ് കോംപ്ലിക്കേഷൻ ഉണ്ടായി, ഹാംഫുൾ ടു ഹെൽത്ത് ഓഫ് ദ പേഴ്സൺ സീക്കിംഗ്, ഒരു സർജറി കോംപ്ലിക്കേറ്റഡ് ആയി, അല്ലെങ്കിൽ നമ്മളിപ്പോ അത് സീരിയസ് കണ്ടീഷനിലോട്ട് പോകുകയാണെങ്കിൽ അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്താലും ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് കൗൺസിൽ വന്ന് അവർ ഇൻസ്പെക്ട് ചെയ്തിട്ട് അതിനും നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശം അത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ഉടനെ ഒന്നും ക്യാൻസൽ ചെയ്യില്ല. ആദ്യം ഒരു
ഷോ കോസ് നോട്ടീസ് കൊടുക്കും. എന്താ കാരണങ്ങൾ എല്ലാം ചെയ്തിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് സമയം തരും. നമ്മുടെ വാദം കേൾക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം തന്നതിന് ശേഷം അവർ പിന്നെയും ഇൻസ്പെക്ഷൻ നടത്തി അപാകതകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ക്യാൻസൽഡ് ആയി പോകുന്നത്. അതിന് റിട്ടേൺ ആയിട്ട് ഓർഡർ തരികയും ചെയ്യും. തന്ന അന്ന് മുതൽ ആ സ്ഥാപനം പിന്നെ പ്രവർത്തിക്കുകയില്ല. ഇതാണ് റൂളിൽ പറയുന്നത്. ഇനി വരുന്നത് പെനാൽറ്റീസ് ആണ്. അതായത് നമ്മൾ ഈ ക്ലിനിക്ക് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ എന്താ എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് പിടിക്കപ്പെട്ടാൽ ഇതിന് നല്ല ഫൈനാണ്. ഇതുപോലെ നമ്മൾ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിലാണ് പെനാൽറ്റീസ്. ആദ്യം ഒരു പ്രാവശ്യം ഇൻസ്പെക്ഷൻ നടത്തി പിടിക്കപ്പെട്ടാൽ 10,000 രൂപയാണ് ഫൈൻ. രണ്ടാമത് കോൺട്രവെൻഷനിൽ 50,000 രൂപയാണ് ഫൈൻ. ഇനി വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്താൽ 5 ലക്ഷം വരെയാണ് ഫൈൻ കൊടുക്കുക. ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് പാലിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരുമായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ തന്നെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പിടിക്കപ്പെട്ടാൽ ഇതാണ് ഫൈൻ അടയ്ക്കുന്നത്. ഇനിയും പെനാൽറ്റീസ് ഉണ്ട്. അതായത് ഈ രജിസ്ട്രേഷൻ ഇല്ലാതെ സ്ഥാപനം നടത്തിക്കൊണ്ട് ആരെങ്കിലും രഹസ്യമായിട്ട് പോകുവാണെങ്കിൽ അപ്പോൾ പിടിക്കപ്പെട്ടാൽ ഫൈൻ കുറച്ച് കൂടുതലാണ്. അതായത് ആദ്യമായിട്ട് പിടിക്കപ്പെട്ടാൽ 50,000 തന്നെ ആദ്യത്തെ ഫൈനാണ്. രണ്ടാമത് പ്രാവശ്യം പിടിക്കപ്പെട്ടാൽ, അതായത് അവർ ഇനിയും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 2 ലക്ഷമാണ് ഫൈൻ. പിന്നെ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യണമെങ്കിൽ 5 ലക്ഷം ഫൈനാണ്. 5 ലക്ഷം ഫൈൻ മാക്സിമം ആണ്. അത് കഴിഞ്ഞിട്ടും അവർ അതുപോലെ തുടർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും 10,000 രൂപ വെച്ചാണ് ഫൈൻ. അപ്പോൾ ഇതാണ് നമ്മളങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാതെ പോയാലുള്ള പെനാൽറ്റീസ്. ഇനി ഈ ഇത്രയും എമൗണ്ട് തന്നെ എല്ലാവരിലും പിടിക്കുമോ? ഗവൺമെന്റ് സ്ഥാപനമോ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലോ കൊച്ചു ക്ലിനിക്കോ എല്ലാം ഒരുപോലെയല്ല. അത് പെനാൽറ്റീസ് ഡിപ്പെൻഡ് അപ്പോൺ കാറ്റഗറി. ഏത് എ ലെവലാണോ, ബി ലെവലാണോ, കൊച്ചു ക്ലിനിക്കാണോ, 2 ഡോക്ടേഴ്സുകളാണോ, 100 ബെഡ് ഹോസ്പിറ്റലാണോ, 15 ബെഡ് ഹോസ്പിറ്റൽ, അതനുസരിച്ച് വ്യത്യാസം വരും. സൈസ്, സ്ഥാപനങ്ങളുടെ സൈസ്, ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റും ആ ലോക്കൽ കണ്ടീഷൻസ്, ഏരിയ റൂറൽ ആണോ അതനുസരിച്ചിരിക്കും പെനാൽറ്റി. ഇനി ചെറിയ തെറ്റുകൾക്കൊക്കെ അതിനും ചിലപ്പോൾ ഫൈൻ വരാറുണ്ട്. അതായത് ഗ്രേവ് ആയിട്ടുള്ള പേഷ്യന്റിനെ ഹെൽത്ത് അഫക്റ്റ് ആകുമ്പോൾ മാത്രമാണ് വലിയ തുക പെനാൽറ്റി ആയിട്ട് വരിക. പക്ഷെ നമ്മൾ ചെറിയ ചെറിയ തെറ്റുകൾ എന്തെങ്കിലും സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു രജിസ്റ്റർ കാണുന്നില്ല, ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ചെറിയ തെറ്റുകളാണെങ്കിൽ 10,000 ആണ് ഫൈൻ. ഇനി ഈ ഫൈൻ എല്ലാം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അടച്ചുകൊണ്ടിരിക്കണമെന്നല്ല, നമുക്ക് അപ്പീൽ പോകാം. എന്ത് തെറ്റുകൾ ഉണ്ടെങ്കിലും നമുക്ക് അതിനുള്ള പ്രൊവിഷൻ ഇത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില ആക്ടില് അങ്ങനെയില്ല. ഇത് നമുക്ക് തലപ്പത്തിരിക്കുന്ന കൗൺസിലൊക്കെ ഉള്ള എല്ലാ വിഭാഗത്തിലുമുള്ള എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിനിലുള്ള ആൾക്കാരും ഇതിലുണ്ട്, ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഭാഗം പറയാനുള്ള വകുപ്പുമുണ്ട്. അപ്പൊ അപ്പീലിന് പോകാം അതോറിറ്റിക്ക്, സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ അംഗങ്ങൾക്ക്. വിത്തിൻ 45 days ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടോ, ഈ ഡിസിഷൻ എടുത്തിട്ടുണ്ട് ക്യാൻസൽ ചെയ്യാൻ പോകുകയാണെന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന് അപ്പീൽ ചെയ്യാനുള്ള വകുപ്പുമുണ്ട്. ഇനി രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണ്, എന്നാലും ചില സമയം ഇൻസ്പെക്ഷൻ പോകുമ്പോഴോ ഈ കൗൺസിൽ അംഗങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും കംപ്ലൈന്റിനെതിരെ പോയി എന്തെങ്കിലും അന്വേഷിക്കാൻ പോകുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഡേറ്റ വേണം. ഈ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ എത്ര പേര് ഡെങ്കുവിന് ചികിത്സ നേടി, അല്ലെങ്കിൽ എത്ര പേര് അഡ്മിറ്റഡ് ആയി, ഇങ്ങനെ ഒരു ഡേറ്റ ഒക്കെ ചോദിക്കുമ്പോൾ മറുത്ത് പറയാണ്, തരൂല, തടസ്സം നിൽക്കുക, ലേറ്റ് ആക്കുക, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ചെറിയ പെനാൽറ്റി അവർക്ക് പോസ് ചെയ്യാം. ഒരു മേ എക്സ്റ്റെൻഡ് ടു 1 lakh rupees ആണ്. നമ്മൾ അവരുടെ ജോലി പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുകയാണെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തില്ലെങ്കിലും നമുക്ക് അവർക്ക് ഫൈൻ പെനാൽറ്റി അടയ്ക്കാനുള്ള ഇതാണ്. ഇനി ഗവൺമെന്റ് സ്ഥാപനങ്ങൾ റൺ ചെയ്യുന്ന മെഡിക്കൽ ഓഫീസേഴ്സ് ഒക്കെ നടത്തുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അവരാണത് രജിസ്റ്റർ ചെയ്യുന്നത്. എനി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ്, ദ ഓഫീസർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്റ്റേർഡ്. അപ്പൊ എന്ത് തെറ്റ് നടന്നാലും ആ ഓഫീസറാണ്, ഏത് ഓഫീസറാണോ അതിൽ രജിസ്റ്റർ ചെയ്തത് അവരാണ് അതിന് ഉത്തരവാദിയായിട്ട് പറയുന്നത്. അതുപോലെ അവർക്കുള്ള പെനാൽറ്റി, പണിഷ്മെന്റ്സ് എല്ലാം അവരിലാണ് വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഈ സർട്ടിഫിക്കറ്റ് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത്. ഡിസ്പ്ലേ ചെയ്യാൻ മാത്രമല്ല, എല്ലാവരും കാണുന്ന രീതിയിൽ നമ്മുടെ ലോക്കൽ ലാംഗ്വേജിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഡിസ്പ്ലേ ചെയ്യണം ആ സർട്ടിഫിക്കറ്റ്. അത് മാത്രമല്ല
നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, നമ്മൾ ഓരോന്നിന്റെയും ഫീസിന്റെ റേറ്റ്, ഒരു OPD ആണെങ്കിലും സ്പെഷ്യൽ OPD ആണെങ്കിലും എക്സ്റേ ചാർജ്, സ്കാനിങ് ചാർജ്, ഈ ഫീ റേറ്റ് എല്ലാം നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കണം ഒരു ബോർഡിൽ. അതേപോലെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആ ക്ലിനിക്കിൽ ഉണ്ടെന്നുള്ളതും നമ്മൾ പബ്ലിക്കിന് ഡിസ്പ്ലേ ചെയ്യണം ഈ സർട്ടിഫിക്കറ്റിന്റെ കൂടെ തന്നെ. പിന്നെ പാക്കേജ് റേറ്റ്സ്, സ്പെസിഫിക് പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അതിനൊരു പാക്കേജ് റേറ്റ് അത് ഓരോ ഹോസ്പിറ്റലിലും നിശ്ചയിക്കാം. നിശ്ചയിച്ചാൽ ഒരു ഇതേ ഉള്ളൂ, ആ നിശ്ചയിച്ചതിനപ്പുറം നമുക്ക് ഒരു പേഷ്യന്റിൽ നിന്ന് മേടിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ പേഷ്യന്റിന് അത് കംപ്ലൈന്റ് കൊടുക്കാം. അപ്പൊ അതായത് ഇതിൽ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഏതൊരു വലിയവനോ എളിയവനോ പാവപ്പെട്ടവനോ ആര് വന്നാലും എല്ലാവർക്കും ഒരേ റേറ്റിൽ അവിടെ ചികിത്സ കിട്ടണം. അതാണ് അത് യൂണിഫോം ആയിട്ട് ആ റേറ്റ് നമ്മൾ പ്രദർശിപ്പിക്കണമെന്ന് പറയുന്നത്. ഇനി കുറച്ച് മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ ഇതിൽ ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ട് കീപ്പ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്യുന്നതാണ്. മെഡിക്കൽ റെക്കോർഡ് ഓഫ് പേഷ്യൻസ്, ഡയഗ്നോസിസ് രജിസ്റ്റർ, ഇൻവെസ്റ്റിഗേഷൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, ട്രീറ്റ്മെന്റ് എന്താണ് നമ്മൾ ചികിത്സ കൊടുത്തത്, പിന്നെ കണ്ടീഷൻ, ആ ഡയഗ്നോസിസിന്റെ പേര് അതും കൂടെ ഇപ്പോൾ നിർബന്ധമായിട്ട് അതൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് ഒക്കെ അത് സ്റ്റാൻഡേർഡ് ആയിട്ട് വരികയാണ്. നമ്മൾ ഒരു അസുഖം വന്നാൽ എങ്ങനെ അത് ട്രീറ്റ് ചെയ്യണം, അത് അലോപ്പതിയിലൊക്കെ ഓരോ ഡിസീസ് കണ്ടീഷനിൽ ഓരോ വിഭാഗക്കാർ തന്നെ, ഇപ്പൊ കാർഡിയോപൾമണറി ആണ്, ഓർത്തോ ആണ്, അവർ തന്നെ അവരുടെ പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്ത് സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു പേഷ്യന്റ് വന്നാൽ ആ കണ്ടീഷൻ ആണെന്ന് എങ്ങനെയൊക്കെ തിരിച്ചറിയാം, ഡയഗ്നോസിസിൽ എത്താം, അതും ഒരു യൂണിഫോം ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് പറയാം, മിനിമം സ്റ്റാൻഡേർഡ്. അതായത് ഏത് ഡോക്ടർ അടുത്ത് പോയാലും, അത് ആയുഷ് വിഭാഗം നമ്മൾ ഹോമിയോപ്പതിയിൽ എടുക്കുകയാണെങ്കിൽ ഏത് ഹോമിയോ ഡോക്ടർ അടുത്ത് ചെന്നാലും എല്ലാവരും ഒരേ ഡയഗ്നോസിസിലാണ് എത്തേണ്ടത്. അപ്പൊ ആ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അത് കഴിഞ്ഞാണ് നമ്മൾ പേഷ്യന്റ് സിംറ്റം എടുത്തിട്ട് നമ്മൾ നമ്മുടെ മെഡിസിൻ കൊടുക്കുന്നത്. പക്ഷെ ഡയഗ്നോസിസ് യൂണിഫോം ആയിട്ടായിരിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് ഗിവൻ, കണ്ടീഷൻ അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ്, അഡ്വൈസ് ടു ദ പേഷ്യൻസ്, അതെല്ലാവരും യൂണിഫോം ആയിട്ട് ചെയ്യണം. പിന്നെ ഈ പേഷ്യൻസിന്റെ അവരുടെ ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി അത് ഫ്രീ ഓഫ് കോസ്റ്റ് അവർ ചോദിക്കുന്ന അനുസരിച്ച്, അതായത് ആ മുറയ്ക്ക് എന്താണോ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് അതനുസരിച്ച് നമ്മൾ കൊടുക്കുക. പിന്നെ ഇത്രയുമാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് പ്രകാരം ഹോമിയോ ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്ന ഹോസ്പിറ്റൽസ്. ഇത് ഡിഫറെന്റ് ആയിരിക്കും, സ്ഥാപനങ്ങൾ അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. OP രജിസ്റ്റർ ആവാം, ഇൻപേഷ്യന്റ് രജിസ്റ്റർ, ഡിസ്ചാർജ് സമ്മറി, കംപ്ലൈന്റ് രജിസ്റ്റർ, ബർത്ത് രജിസ്റ്റർ, അതൊക്കെ അതാത് സ്ഥാപനങ്ങളുടെ ആവശ്യകത അനുസരിച്ച് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. സ്റ്റാഫിനാണെങ്കിൽ പ്രോപ്പർ ക്വാളിഫിക്കേഷൻ അതെല്ലാം നിർബന്ധമാണ്. എത്ര സ്റ്റാഫ് വേണം, അവർക്കെല്ലാം ക്വാളിഫിക്കേഷൻ കറക്റ്റ് ആയിരിക്കണം. ഇപ്പൊ അതൊക്കെ നഴ്സ് ആണെങ്കിൽ അത് ഇന്ന ടൈപ്പ് നഴ്സ് ആയിരിക്കണം, ഫാർമസിസ്റ്റ് ആണെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം എല്ലാം പറയുന്നുണ്ട്. അതനുസരിച്ചാണ് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യേണ്ടത്. ഇനി ക്ലിനിക്കൽ കൗൺസിൽ, നമ്മൾ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിന്റെ എന്താന്ന് വെച്ചാൽ അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് വെച്ചാൽ after granting of permanent or provisional registration, the details should be published in the particulars of the clinical establishment website. അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് വെബ്സൈറ്റിൽ എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ഓരോ ഹോസ്പിറ്റലും അതിന്റെ നേരെയുള്ള ആ ഓണറിന്റെ നെയിം, അത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടുത്തെ മെഡിക്കൽ ഓഫീസറുടെ നെയിം, അവരുടെ ഇമെയിൽ അഡ്രസ്സ്, അവരുടെ ഫോൺ നമ്പർ, അത് കഴിഞ്ഞ സ്ഥാപനത്തിന്റെ അഡ്രസ്സ്, അത് കഴിഞ്ഞ് പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്നുണ്ട്, അതിന്റെ ഏത് ലെവലുള്ള ഹോസ്പിറ്റൽ ആണ്, അലോപ്പതി ആണോ അല്ലെങ്കിൽ ഹോമിയോപ്പതി ആണോ അതുണ്ട്, പിന്നെ ക്ലിനിക് ആണോ ഹോസ്പിറ്റൽ ആണോ ലാബ് ആണോ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഡേറ്റ് ഓഫ് എക്സ്പയറി പറയുന്നുണ്ട്, എന്ന് തൊട്ട് എന്ന് വരെയാണ് ഇത് രജിസ്റ്റേർഡ് ആയിട്ടുള്ളത്, അത് പ്രൊഫഷണൽ ആണോ പെർമനന്റ് ആണോ. എല്ലാ വർഷവും എല്ലാ 2 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ എല്ലാ മാസവും തന്നെ ഈ രജിസ്റ്റർ പബ്ലിഷ് ആവുന്നുണ്ട്. അത് സൈറ്റിൽ എടുത്ത് നോക്കിയാൽ മതി, നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള രജിസ്ട്രി നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ആ അതോറിറ്റി, ഇത്രയും സ്ഥാപനങ്ങൾ ഉണ്ടെന്നും അതിന്റെ ഓണർ ആരാണെന്നും അത് എത്ര വർഷം അതിന്റെ രജിസ്ട്രേഷൻ വാലിഡ് ആണെന്നും ഉള്ളത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, അത് എക്സ്പയർഡ് ആയോ, അത് ക്യാൻസൽഡ് ആയോ, അല്ലെങ്കിൽ അത് നിർത്തലാക്കിയോ എന്നുള്ള ഇൻഫർമേഷൻ വരെ അതിലുണ്ട്. അപ്പൊ ഇത്രയുമാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു. ഇനിയിപ്പോ അതിന്
ഡിസ്കഷൻസും കാര്യങ്ങളും റൂൾസും റെഗുലേഷനും ഒക്കെ പോയാൽ നമ്മൾ ഈ സമയത്തിൽ ഇത് നിർത്താൻ പറ്റില്ല. അപ്പൊ അത് കുറച്ചുകൂടെ ആ ഫോംസും ഫില്ല് ചെയ്യുന്നതും ഒക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ളതാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ ഫങ്ഷൻസും. ഓക്കെ, വളരെ നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഒരു ശ്രദ്ധേയമായ കാര്യം വെച്ചാല് ഇതില് നമ്മുടെ പാർട്ടിസിപ്പന്റ് സാന്നിധ്യമാണ്. എന്തെങ്കിലുമൊക്കെ ക്ലിനിക്കൽ ടിപ്സ് ക്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ 100, 120, 150 പോകും. പക്ഷെ ഇരിക്കുന്ന കസേര പോകും എന്നുള്ള സംഭവം ഉണ്ടായിട്ട് പോലും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഖേദകരമായ വസ്തുതയാണ്. പ്രത്യേകിച്ച് പറയുണ്ടായി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഇത് സംഭവിക്കും എന്നുള്ളതാണ് അല്ലേ? ഇത്ര ഫൈൻ പറയുന്നുണ്ടല്ലോ, 50,000 തുടക്കത്തില്ലേ, 50,000 രൂപ. അതിലിങ്ങനെ ഫൈൻ കൂടി കൂടി പോകാൻ. അപ്പൊ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്ത് വരികയാണെങ്കിൽ പല സ്ഥാപനങ്ങളും പലരും പൂട്ടിപ്പോവേണ്ടി വരും. ഇത് ഇത്ര അറിഞ്ഞിട്ട് പോലും വളരെ വിത്ത് ലാക്സ് ഇൻഡിഫറൻസ് ഹനുമാൻ എപ്പോഴും പറയും. അത് ഹോമിയോപ്പതി വളരെ കൂടുതലാണെന്ന് പറയേണ്ടി വരും. ഒരു നിയമ സാക്ഷരത അത് കുറവാണെന്ന് കൂടെ പറയേണ്ടി വരും. അത് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് IFH പ്രോഗ്രാം തുടങ്ങിയത് തന്നെ. കേരളത്തിലായതുകൊണ്ട് 15,000-ഓളം ഡോക്ടർമാരുണ്ട് ആണല്ലോ അല്ലേ? ഇപ്പോഴത്തെ കണക്ക് എങ്ങനെയാണ്? മെഡിക്കൽ കൗൺസിലിലെ കണക്ക് അറൗണ്ട് അല്ലേ 15,000 അത്രയും ഉണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ കുറെ പേര് എന്തായാലും ലൈവായിട്ട് തന്നെ 12,000 വരുമല്ലോ. ഏതാണ്ട് 12,000 ആൾക്കാരുണ്ടെങ്കിൽ ഒരു 8,000-ഓളം ക്ലിനിക്കുകളും കാണും കേരളത്തിൽ, ചെറുതും വലുതുമായിട്ടുള്ള. അപ്പൊ അത്രയും പേരെ ബാധിക്കുന്ന ഗൗരവമായ കാര്യമാണ്. ഇപ്പൊ യൂട്യൂബിലെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ ദയവായിട്ട് കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ട് ചോദിക്കുന്നത് തീർച്ചയായിട്ടും ചോദിക്കാം. ഉമ്മ എന്തെങ്കിലും പറയാനുണ്ടോ റൂമ? ഇല്ല, എന്തെങ്കിലും ചർച്ചകൾക്കൊക്കെ അതെ വിഷയങ്ങളുണ്ടെങ്കിൽ. അതെ. പിന്നെ ശ്രദ്ധേയ ഡോക്ടർ മറിയാമ്മ ജോൺ, നമ്മുടെ പഴയ DMO ആണ്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ മറിയാമ്മ ഡോക്ടറെ? പിന്നെ എൻ്റെ ഒരു സംശയം, നമ്മള് വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. നമ്മൾ ഒരാൾ മാത്രമേ ഡോക്ടറുള്ളൂ, കൺസൾട്ടിങ് മരുന്നും കൊടുക്കുന്നുണ്ട്. നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കൺസൾട്ടേഷൻ സർവീസിന് നിർബന്ധമാക്കിയിട്ടില്ല. വീട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ അതൊരു ഹെൽപ്പറോ പ്രൊസീജിയറോ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കെയർ കൊടുക്കുകയാണെങ്കിൽ, ചെറിയ പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും സ്റ്റിച്ച് ഇടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ അതിനെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അല്ലാതെ പേഷ്യന്റിനെ നോക്കുകയാണ്, മരുന്ന് കൊടുക്കുകയാണ്, ഡയഗ്നോസിസ് അത് മാത്രമാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നത്. കൺസൾട്ടേഷൻ സർവീസ് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു സംശയം കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മള് വീടിനോട് ചേർന്ന ഒരു ചെറിയൊരു ക്ലിനിക്ക് പോലെയാണ് വെച്ചതെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ, അങ്ങനെ ആയതുകൊണ്ട് രജിസ്റ്റർ ചെയ്യണമെന്നില്ലല്ലോ? ഇല്ല, അത് സ്ഥലത്തിന്റെ അല്ല, നമ്മൾ ആ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസും കെയറുമാണ് കൂടുതൽ. അത് ഒരു ഡോക്ടർ മാത്രം കൺസൾട്ടേഷൻ സർവീസ് മാത്രമാണ് കൊടുക്കുന്നെങ്കിൽ വേണ്ട. അത് വെച്ച് എന്തെങ്കിലും ചെറിയ പ്രൊസീജിയറോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഒരു ഹെൽപ്പർ കൂടെ വരികയാണെങ്കിലും രജിസ്ട്രേഷനിലോ ചിന്തിക്കുന്നതാണ് നല്ലത്. നമ്മൾ കൂടെ സഹായിക്കാൻ ആളുണ്ട്, മരുന്ന് എടുത്തു കൊടുക്കാൻ ആളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ നമ്മളിത് എവിടെയാണ് ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള ചെയ്യേണ്ടത്? കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് പ്രൊഫഷണൽ ആയിട്ട് രജിസ്റ്റർ ചെയ്യാനും ആദ്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവര് 3 വർഷ കാലാവധിയാണ് ഇപ്പൊ കൊടുക്കുന്നത്, 3 4. അത് കഴിഞ്ഞിട്ട് പെർമനന്റ് രജിസ്ട്രേഷന് അപ്ലൈ ചെയ്താൽ മതി. വെബ്സൈറ്റിലാണ്, ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. പോയി അപേക്ഷ ഒന്നും കൊടുക്കണ്ട? വേണ്ട, ഓൺലൈൻ ആയിട്ടാണ്. അപ്പൊ അത് പെർമനന്റ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ മാത്രമേ ഇൻസ്പെക്ഷൻ വരുള്ളൂ. പ്രൊഫഷണൽ ഒരു സർട്ടിഫിക്കറ്റ് എല്ലാവരും വാങ്ങിച്ച് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം വയലേറ്റ് ചെയ്ത് ഒട്ടും രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു കെയർ കൊടുക്കുകയാണ്, ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് നമ്മൾ കൊടുത്തിട്ടും രജിസ്റ്റർ ചെയ്യാതിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫൈൻ വരുന്നത്. ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ പിന്നെ അത് പെർമനന്റ് ആക്കാൻ നമുക്ക് കുറച്ച് സമയമെടുക്കാം, അല്ലെങ്കിൽ അതിന് അപാകതകൾ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാനുള്ള വകുപ്പും എല്ലാം ഉണ്ട്. രജിസ്റ്റർ ചെയ്യാതെ സർവീസ് ചെയ്യുന്നതാണ് കുറ്റകരം. അതെ, ഡോക്ടർ ഉമ പറഞ്ഞ പോലെ
എല്ലാവരും ഇത് കാരണം ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പേഷ്യൻസ് വരാം, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരാൾ ഹെൽപ്പർ വെക്കേണ്ടി വന്നെന്ന് വരാം. അപ്പൊ അങ്ങനത്തെ തീർച്ചയായും ഡെവലപ്പ് ചെയ്യുമല്ലോ. അപ്പൊ നമ്മളിത് മറക്കുകയും ചെയ്യും, ഫൈനും വരും. ഈ അതിനേക്കാളും നല്ല ഏറ്റവും നല്ലത് ബെറ്റർ ആയിട്ടുള്ള തുടക്കത്തിൽ തന്നെ സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും അഡ്വൈസബിൾ, ഡോക്ടറെ. അത് മാത്രമല്ല, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഈ വലിയ ഹോസ്പിറ്റൽ ഡിസ്പെൻസറിയിൽ പറയുകയാണെങ്കിലും ഒരു ചെറിയ ക്ലിനിക്ക് നടത്തുകയാണെങ്കിൽ പോലും അതിലും നമ്മൾ നീഡിൽസോ പഞ്ഞികളോ എന്തെങ്കിലും കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത് തൊട്ട് നമ്മൾ ആ സ്റ്റാൻഡേർഡ് പാലിച്ചു പോയാൽ പേഷ്യന്റ് കെയർ നല്ലതായിരിക്കും. അവർക്ക് ഇരിക്കാനുള്ള സ്ഥലം അതൊക്കെയല്ല നോക്കുന്നത്. ഏറ്റവും കൂടുതൽ ആദ്യം പറയുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അത് നമ്മളൊരു കൊച്ചു ക്ലിനിക് നടത്തുവാണെങ്കിലും അത് അതിന് അത്രേ പറയുന്നുള്ളൂ. അവരിടുന്ന പഞ്ഞിയും നീഡിൽസും ഒക്കെ സെപ്പറേറ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് കളയുക, സൂക്ഷിച്ച് കളയുക എന്നേ പറയുന്നുള്ളൂ. വലിയ ഹോസ്പിറ്റലിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ അനുസരിച്ച് ചെയ്യുക. അപ്പൊ ചെറിയ ഫെസിലിറ്റിയും വലിയ ഫെസിലിറ്റിയും തരംതിരിച്ച് തന്നെയാണ് അത് വെബ്സൈറ്റിൽ കിടപ്പുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അത് സ്റ്റാൻഡേർഡായിട്ട് ചെയ്തു പോകുന്നതാണ് നല്ലത്. പിന്നെ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ അതിനകത്ത് ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റി അങ്ങനെ നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് തൊട്ട് എങ്ങനെയാണ്? അത് തൽക്കാലം ഹോസ്പിറ്റൽ സൈഡിലുള്ളവരല്ലേ രജിസ്റ്റർ ചെയ്യുന്നത്. അല്ല, ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം ഈ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ ഹെൽത്ത് ഫെസിലിറ്റി രജിസ്റ്റർ നമ്പരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെ അതെ നമ്പർ നമുക്കൊരു റെക്കോർഡ് നമ്പർ തരുന്നുണ്ട്. അത് സെപ്പറേറ്റ് ആണോ അതോ എങ്ങനെയാണ് അതിന്റെ രീതി? അതായത് ബ്ലെൻഡ് ചെയ്തിരിക്കണം? അത് സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് ആണ്, ഓക്കെ. ഇത് ഒരു സ്റ്റേറ്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. മറ്റേത് ആയുഷ്മാൻ പോർട്ടൽ ഇന്ത്യ മൊത്തം ഫോളോ ചെയ്യുന്ന ഒരു നമ്പർ തരും. അങ്ങനെ ഒരു പേഷ്യന്റിനെ ഏത് ഹോസ്പിറ്റലിലും അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാം എന്നുള്ളതാണ്. ഡോക്ടർക്കും ഒരു നമ്പർ തരും. പക്ഷെ ഇതങ്ങനെയല്ല, ഓരോ സ്റ്റേറ്റ് അതിന്റെ സ്റ്റാൻഡേർഡ് ഡിസൈഡ് ചെയ്യാം. അതനുസരിച്ച് നമ്മൾ തന്നെയാണ് നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഈ സ്റ്റാൻഡേർഡ്സ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഇടയിലുള്ളത്. അപ്പൊ നമ്മുടെ സൗകര്യപ്രദമായ കാര്യങ്ങൾ തന്നെയാണ് അതിനകത്തുള്ളത്. അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് ആണ്. നമ്മളിപ്പോ ഹോമിയോ ഹോസ്പിറ്റൽ കോളേജുകളാണെങ്കിലും മെഡിക്കൽ കൗൺസിലിന്റെ താഴെ വരുന്നതാണ്. ഒരുപാട് സർട്ടിഫിക്കേഷനും ഇൻസ്പെക്ഷനും കാര്യങ്ങളും വരുന്നതാണ്. എന്നാലും എല്ലാ ഹോസ്പിറ്റലും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ പ്രത്യേകം രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് NABH അക്രഡിറ്റഡ് സ്ഥാപനങ്ങൾ മാത്രമാണ് അതിന് ഇൻസ്പെക്ഷൻ വേണ്ട. ബാക്കിയെല്ലാം അവരും രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. ഓക്കെ, ശരി. ഡോക്ടർ ജയചന്ദ്രൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ജയചന്ദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ ജയചന്ദ്രൻ, ഡോക്ടർ നെറ്റ് പ്രോബ്ലം ഉണ്ടാ? ഡോക്ടറെ സംസാരിക്കാമോ? ജയചന്ദ്രൻ ഡോക്ടറെ, നെറ്റ് പ്രോബ്ലം ആണ്. അടുത്ത ഡോക്ടർ ശാന്താചന്ദ്രൻ, ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ സംസാരിക്കാമോ? ഡോക്ടർ ഗുഡ് ഈവനിങ് ഡോക്ടർ. അറിയണ്ട, ഇപ്പൊ നമ്മള് വീടിന്റെ ഒരു പോർഷനിൽ തന്നെ ഒരു ക്ലിനിക്കായിട്ട് നടത്തുവാണെങ്കിൽ അതിനും രജിസ്റ്റർ ചെയ്യണോ? നമ്മള് സ്റ്റാഫ് ഇല്ല, മെഡിസിൻ ഉണ്ട്, പിന്നെ തന്നത്തെ കൺസൾട്ടിങ്ങും ഡോക്ടറും ഫാർമസിസ്റ്റും ഒക്കെ ഒന്ന് തന്നെ. അപ്പോഴും നമ്മൾ രജിസ്റ്റർ ചെയ്യണോ ഡോക്ടറെ? ഇല്ല, ഒരു സിംഗിൾ ഡോക്ടർ കൺസൾട്ടേഷൻ മാത്രമാണെങ്കിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കുറച്ച് എക്സംഷൻ ഉണ്ട്. കൺസൾട്ടേഷൻ മാത്രം. പണ്ട് ക്ലിനിക്ക് ഉണ്ടായിരുന്നോണ്ട് ആ ക്ലിനിക്കിന്റെ പേര് കൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ രജിസ്റ്റർ ചെയ്യേണ്ടി വരും അല്ലേ? ആണോ? ഇല്ല, പേര് വെച്ചത് കൊണ്ട് രജിസ്റ്റർ ചെയ്യണമെന്നില്ല. നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നനുസരിച്ചാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. കൺസൾട്ടേഷൻ സർവീസ് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. എന്തെങ്കിലും അഡീഷണൽ കെയർ കൊടുക്കുന്നുണ്ട്, ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്, എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, എക്സാമിനേഷൻ അല്ല പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കൂടുതൽ ഹെൽപ്പർ ഉണ്ട്, വർക്കർ ഉണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ശരി, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഓക്കെ, ശാന്താചന്ദ്രൻ ഡോക്ടർ പ്രതികരണത്തിന് പ്രത്യേകം നന്ദി. ജയചന്ദ്രൻ ഡോക്ടറെ നെറ്റ് റെഡിയായോ? ഡോക്ടർ ജയചന്ദ്രൻ, ഡോക്ടറെ നെറ്റ് റെഡിയാണോ? ഡോക്ടർ ജയചന്ദ്രൻ ഡോക്ടർ സംസാരിക്കാമോ? ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. ഒരു മിനിറ്റ് ജയചന്ദ്രൻ ഡോക്ടർ സംസാരിക്കട്ടെ. ജയചന്ദ്രൻ ഡോക്ടറെ
പറയൂ ഡോക്ടറെ, പറയൂ. ആ കേൾക്കുന്നുണ്ടോ അവിടെ? കേൾക്കാം, പറയൂ. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ആ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കാവുന്ന സംശയം നമ്മൾ സ്ഥിരം നെറ്റ് പ്രോബ്ലം ഉള്ള ഒരാളാണ്. വളരെ സീനിയർ ഡോക്ടറാണ്. നമ്മുടെ ഇസ്മായിൽ സൈഡ് സാറിന്റെ ക്ലാസ്മേറ്റ് ആണ്. ഉമ്മയുടെ അറിവിന് വേണ്ടി പറയുന്നു. ഓക്കെ. ഓക്കെ. ഡോക്ടർ നെറ്റ് പോയി. ശാന്ത ഡോക്ടർ അതൊന്നും ചോദിക്കാമോ? ശാന്ത ഡോക്ടറെ. ഡോക്ടറെ അതെന്താന്നറിയോ, നേരത്തെ നല്ല രീതിയിൽ ക്ലിനിക്കും ലാബും ഒക്കെ നടത്തിയിരുന്നതായിരുന്നു ഞാന്. അപ്പൊ ഇപ്പൊ കോവിഡിന് ശേഷം എൻ്റെ ക്ലിനിക്ക് ഒക്കെ നിർത്തി വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇനി അന്ന് രജിസ്ട്രേഷനും നമ്മള് ഇതൊക്കെ പ്രൊഫഷണൽ ടാക്സും ഒക്കെ കൊടുത്തിരുന്നതാ. ഇപ്പൊ നമ്മൾ ഈ കോവിഡിന് ശേഷം വീട്ടിൽ തന്നെ ഒരു റൂമിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇനിയൊരു ലാബും ഒക്കെ ഉണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണം. ഇപ്പൊ ലാഭമൊന്നുമില്ല നമ്മൾ ഇപ്പൊ ഇല്ല. ഏതൊക്കെ ആക്ട് പ്രകാരം നമ്മൾ എവിടെയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യമില്ല. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണം. പക്ഷെ ഇപ്പോൾ തൽക്കാലം ലാബ് ഒന്നും ഇല്ലെങ്കിൽ സിംഗിൾ ഡോക്ടറാണ്, കൺസൾട്ടേഷൻ മാത്രമാണെങ്കിൽ ചെയ്യണമെന്നില്ല. താങ്ക് യു ഡോക്ടർ. ഇപ്പൊ ഒന്നും ചെയ്യുക, ലാബില്ല, ക്ലിനിക്കില്ല, പിന്നെ വീട്ടിലൊരു റൂമിൽ തന്നെ ചെയ്യുന്നു കൺസൾട്ടിങ്, അത്രേ ഉള്ളൂ. ഓക്കെ. ഡോക്ടർ ചോദിച്ചത് നേരത്തെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അതെ അതെ. അപ്പൊ അതിന് ക്യാൻസൽ ചെയ്യണോ, ക്ലോസ് ചെയ്യണോ, നേരത്തെ അങ്ങനെ? എന്ത് രജിസ്റ്റർ, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിലാണോ രജിസ്റ്റർ ഉണ്ടായിരുന്നത്, രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നത്? അല്ല, കോർപ്പറേഷൻ അതില് കാര്യമില്ല. അതും ഇതും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇത് ഡയറക്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തും. കോർപ്പറേഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്, സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നത് അതൊന്നും അല്ല. പക്ഷെ അതൊക്കെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അതെല്ലാം നമുക്ക് ഇതിനകത്ത് വേണം. അല്ല, നമ്മൾ അന്ന് ഈ പിന്നെ നമുക്ക് മെഡിസിൻ സൂക്ഷിക്കുന്ന ലൈസൻസ് ഒക്കെ ഫീസൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ഇപ്പൊ കോവിഡിന് ശേഷം ഇപ്പൊ 5 വർഷമായി അതൊക്കെ ക്ലിനിക്ക് ക്ലോസ് ചെയ്തു, വീട്ടിൽ തന്നെ വയ്ക്കണുള്ളൂ. അപ്പൊ രജിസ്റ്റർ ചെയ്യണ്ടല്ലോ ഇനി അതെല്ലാം. പിന്നെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇല്ല, തൽക്കാലം ഈ കൺസൾട്ടേഷന് വേണ്ടാവുന്നതാണ്. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് പറയാം. എന്റെ നമ്പർ ഡോക്ടർ മനോജിന് കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ കോണ്ടാക്ട് ചെയ്താൽ മതി. ശരി ഡോക്ടർ. ഓക്കെ. ജയചന്ദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടറെ പറഞ്ഞു നോക്കൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറയൂ. പറയൂ. കേൾക്കുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം ഇപ്പം ചന്ദ്രചന്ദ്രൻ ഡോക്ടർ ചോദിച്ചായിരുന്നു. നമ്മളിപ്പോ പഠിച്ചിറങ്ങിയപ്പോ മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്തു, പിന്നെ നമ്മൾ മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്തു. ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഇനി വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടത് എവിടെയാണ്, എങ്ങനെയാണ്, അതിന് പ്രത്യേകം ഫീസ് ഉണ്ടോ, അതിന് നമ്മൾ എന്തൊക്കെ റെക്കോർഡുകളാണ് ഹാജരാക്കേണ്ടത് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കായിരുന്നത്. നമ്മളെല്ലാം മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റേർഡ് ആണ്. അത് നമ്മുടെ പേരാണ്. ഇത് നമ്മുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്തത് കോർപ്പറേഷനിലൊക്കെ സ്ഥലമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ല. നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റീസും കെയർസും നമ്മൾ സർവീസസും ആണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് പറയുന്നത്. സ്ഥാപനമാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നും അത് ഇന്ന വിഭാഗത്തിൽ പെട്ടതാണെന്നും കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അല്ലെങ്കിൽ ഒരു എമർജൻസി കണ്ടീഷൻ, ഇപ്പൊ കൊറോണ പോലെ ഒരു അസുഖങ്ങളാണ്, അതെല്ലാം ഒറ്റ കൊടക്കീഴിൽ വരുമ്പോൾ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റിന് നമുക്ക് പെട്ടെന്ന് ഒരു നിർദ്ദേശം തരാൻ പറ്റും. ഇന്ന ക്ലാസ് എ ലെവൽ സ്ഥാപനങ്ങൾ ഇന്ന സർവീസ് കൊടുക്കുക. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഈ ഡേറ്റ ആ വെബ്സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പൊ ഈ നടക്കുന്ന അതുപോലെ വ്യാജമായിട്ടുള്ള മരുന്ന് കൊടുക്കുന്ന ഹോസ്പിറ്റലിലും തടയാൻ പറ്റും. കാര്യം ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് നമ്മൾ രജിസ്ട്രേഷൻ കൗൺസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കണം. നമ്മുടെ സ്റ്റാഫുകളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഹാജരാക്കണം. നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ പ്രൂഫായിട്ട് കൊടുക്കണം. അപ്പൊ ഇതെല്ലാം ഒന്നുകൂടെ നമ്മളൊരു ഗവൺമെന്റിന് സമർപ്പിക്കുന്നേ ഉള്ളൂ. അത് പ്രകാരം അവരൊരു രജിസ്ട്രി ക്രിയേറ്റ് ചെയ്യുകയും അത് അവർക്ക് ആവശ്യാനുസരണം പബ്ലിക്കിന് ഉപയോഗപ്പെടുത്താനുള്ള ഒരു ഇതാണ്. ഓക്കെ, നമുക്ക് ചർച്ച തുടരാൻ. ഫീസും മറ്റൊക്കെ ഉണ്ടോ? ഫീസ് ഉണ്ടോ ഡോക്ടർ കൺസേൺ? അതിന് പ്രത്യേക ഫീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
ഫീസ് മറ്റേ ചെറിയ ആപ്ലിക്കേഷൻ തുകയാണ്. അത് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോൾ അതിനകത്ത് ആ വെബ്സൈറ്റിനകത്ത് പറയുന്നുണ്ട് ഫീസ് ഓരോ സ്ഥാപനങ്ങൾക്ക് എത്രയാണെന്നുള്ളത്, ഓരോ ബെഡഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ക്ലിനിക് ആണെങ്കിൽ എന്നുള്ളത്. വലിയ തുകയൊന്നുമില്ല രജിസ്റ്റർ ചെയ്യാൻ. ഓക്കെ. എല്ലാം നമുക്ക് നെറ്റിൽ തന്നെ ചെയ്യാം, അല്ലാതെ ആ ഓരോ നെറ്റിൽ തന്നെ ഓഫീസുകളിലൊന്നും ചെയ്യാം. കയറി. ഓൺലൈൻ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ അപ്ലൈ ചെയ്യാനുള്ള ഫോം നോട്ടിഫിക്കേഷനിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ സ്ഥാപനങ്ങൾ പ്രൊഫഷണൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഡേറ്റാസ് കൊടുക്കണോ അത് കൊടുത്തിട്ട് നമുക്കത് പ്രൊഫഷണൽ ആയിട്ട് രജിസ്റ്റർ ചെയ്തിടാം. അത് സ്ഥാപനങ്ങളാണെങ്കിൽ, ഈ പറയുന്ന ഇതിനകത്ത് ഉൾപ്പെടുന്ന സ്ഥാപനം ആണെങ്കിൽ നിർബന്ധമായിട്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. സലിംകുമാർ ഡോക്ടറിൽ പോയിട്ട് തന്നെ ഡോക്ടറിലേക്ക് വരാം. സലിംകുമാർ ഡോക്ടറെ, ഡോക്ടർ യാത്രയിലാണെന്ന് തോന്നുന്നു. എന്റെ പല്ലായിരിക്കും ആണല്ലോ. അതെ ഡോക്ടറെ, ഈ കോർപ്പറേഷൻ ലൈസൻസ് എനിക്കില്ല. അതേസമയം പ്രോപ്പർട്ടി ടാക്സ് കൊടുക്കുന്നുണ്ട്. എനിക്കില്ലാത്ത കാരണം എന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിന്റെ നിൽക്കുന്ന പക്ഷേ ഒരു കേസ് നടക്കുന്നുണ്ട്, നമുക്ക് ടാക്സ് അടച്ച മറ്റേ ലാൻഡ് ടാക്സ് അടക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഇതിന്റെ ഈ കോർപ്പറേഷൻ രജിസ്ട്രേഷൻ നിർബന്ധമാണോ ഇതില് രജിസ്റ്റർ ചെയ്യാൻ? ഏത് വകുപ്പിലാണെങ്കിലും നമ്മളെല്ലാം നിർബന്ധമായിട്ട് ഇത് എന്ത് രേഖ നമുക്ക് കയ്യിലില്ലെങ്കിലും നമ്മൾ അത് പറഞ്ഞുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ ചെയ്യാൻ വേറൊന്നും തടസ്സമല്ല, എല്ലാവരും ചെയ്തേ പറ്റൂ. അത് നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ്, നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്ന സർവീസ് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെന്തെങ്കിലും കോർപ്പറേഷൻ വഴിയോ പഞ്ചായത്ത് വഴിയോ അതിന്റെ എന്താണോ പ്രശ്നം അത് പരിഹരിച്ചു കൊണ്ടിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കണം. നമ്മളെ ഇതെല്ലാം കേൾക്കാനുള്ള സമയമെല്ലാം തരുന്നുണ്ട്. 2-3 വർഷം പെർമനന്റ് രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് സമയമുണ്ട്. നമ്മളൊരു ലാബ് നടത്തുകയാണെങ്കിൽ അതിനകത്ത് അവർ പറയുന്ന സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളത് വെബ്സൈറ്റിലുണ്ട്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ നോട്ടിഫിക്കേഷൻസിനകത്ത് എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു കൊച്ചു ക്ലിനിക് ആണെങ്കിൽ ആരൊക്കെ വേണം, എന്തൊക്കെ ഡേറ്റ വേണം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ സമയമെടുത്ത് അതെല്ലാം അക്വയർ ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് രജിസ്ട്രേഷൻ നേടുക തന്നെ വേണം. ഈ ഒന്നിൽ കൂടുതൽ ഡോക്ടർ എന്ന് പറയുന്നത് ഒരേ സമയത്ത് രണ്ടുപേരുള്ളതാണോ, അല്ലെങ്കിൽ പല സമയങ്ങളിൽ അപ്പൊ രണ്ട് ഡോക്ടർമാരുണ്ട്? ഡോക്ടർ ഒരു ഡോക്ടർ ഉണ്ടെങ്കിലും രജിസ്റ്റർ ചെയ്യാം. 2 ഡോക്ടർ 2 കാറ്റഗറിയിലുള്ള നമ്മൾ സർവീസ് കൊടുക്കണം. അതായത് ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഒരു പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു ഹോമിയോ ഡോക്ടർ, ഒരു സ്ഥലത്ത് ഡെന്റൽ ഡോക്ടറും ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. അതല്ല, ഒരു ഡോക്ടർ ഹോമിയോപ്പതി ഡോക്ടർ തന്നെ, ഒരാൾ തിങ്കളാഴ്ച ഇരിക്കുന്നു, മറ്റേയാള് ബാക്കി 2 ദിവസം ഇരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ആണെങ്കിലോ? ഇല്ല, നമ്മൾ സ്ഥാപനമാണ് രജിസ്റ്റർ ചെയ്യണം. ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്താൽ മതി, ഒറ്റ രജിസ്ട്രേഷൻ ആണ്. അതല്ല ഡോക്ടർ ചോദിച്ച അതല്ല, ഒരു സ്ഥാപനത്തിൽ 2 ഡോക്ടർമാർ 2 സമയത്ത് ഇരിക്കുകയാണെങ്കിലും രജിസ്റ്റർ ചെയ്യണമോ? ചെയ്യണം. സ്ഥാപനം രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ശരി. ഇപ്പൊ ഡോക്ടർ മുമ്പോട്ട് ചോദിച്ചോട്ടെ മാഡം, എന്തെങ്കിലും? ഓക്കെ, ശരി. തന്നെ ഡോക്ടറെ, അല്ല, ഞാൻ ഇപ്പൊ ഇതിന് മനസ്സിലാക്കിയത് മാഡം പോലെ തന്നെ. ചോദിച്ചോട്ടെ. തന്നെ ഡോക്ടർ പറഞ്ഞോളൂ. അല്ല, ഈ രജിസ്ട്രേഷന്റെ ഇപ്പൊ കാര്യങ്ങൾ സംസാരിച്ചപ്പോ അതിന് മനസ്സിലാക്കിയത് ഗുണം പോലെ തന്നെ വലിയൊരു ചതിക്കുഴി കൂടെ അതിനകത്തുണ്ട്. അതായത് ഇപ്പൊ കോവിഡ് കാലത്ത് ഗവൺമെന്റ് ഡോക്ടർമാരോട് പറഞ്ഞ നിങ്ങൾ ചികിത്സിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ ഇനി നമ്മുടെ തലയ്ക്ക് കൂടെ ഒരു ചെണ്ട കൊട്ടാനുള്ള ഒരു അവസരമാണ് ഇതെന്നാണ് എനിക്ക് ഇപ്പൊ ഈ ബില്ല് കൊണ്ട് മനസ്സിലായത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം ഈ പറഞ്ഞ പോലെ WHO കയ്യിലോട്ട് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു തന്ത്രവും കുതന്ത്രവും ഇതിന്റെ പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എതിർക്കപ്പെടേണ്ടതാണെന്നാണ് എൻ്റെ ഒരു ഔട്ട്ലുക്കിൽ പറയുന്നത്. കാരണം ഹോമിയോപ്പതി എന്ന ചികിത്സാ സമ്പ്രദായത്തെ ഇനിയുള്ള കാലത്ത് ഈ ഒരു രീതി കൊണ്ട് തന്നെ ചിലപ്പം നമുക്ക് എല്ലാത്തിനും ഈ പറഞ്ഞ ഇപ്പൊ മുണ്ടുനീരിന്റെ സീസണാണ്. ഇനി മുണ്ടുനീര് നിങ്ങൾ ചികിത്സിക്കാൻ പാടില്ല എന്ന ഒരു നിബന്ധന തന്നു കഴിഞ്ഞാൽ മുണ്ടുനീര് രോഗി വരുമ്പോഴത്തേക്ക് ഈ പ്രോട്ടോകോൾ പറയാൻ നമുക്ക് ചെയ്യാൻ പാടില്ലെന്നാണ് DMO തന്നിരിക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ തീർച്ചയായും ഇങ്ങനെയുള്ള കുറെ ചതിക്കുഴികളാണ് നമ്മൾ നോക്കി കാണേണ്ടത്. അല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഈ സർക്കാർ ഉദ്ദേശിക്കുന്ന പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ഹോമിയോ മരുന്ന് കൊണ്ട് എത്ര രോഗികളെ മാറ്റുന്നു എന്ന് നമുക്ക് കണക്കെടുക്കാൻ പറ്റും.
അതൊക്കെ ശരിയാണ്. പക്ഷെ ആ സേവനങ്ങൾ വഴി ഒന്ന് ഗുണമാകുമ്പോഴൊന്ന് ദോഷമായിട്ടും വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതിനെ നമുക്കൊന്ന് ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഈ സലിംകുമാർ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഇതിനകത്ത് തന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. കാരണം ഇപ്പൊ പല അലോപ്പതി അലോപ്പതി സ്ഥലങ്ങളിലും ഈ ലാബ് അല്ലെ മെഡിക്കൽ സ്റ്റോറുകാരാണ് ഇത് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ ഓരോ ദിവസവും ഓരോ സ്പെഷ്യലിസ്റ്റുകൾ ഇരിക്കും. അപ്പം തീർച്ചയായും ഈ ഡോക്ടർമാരുടെ കീഴിലല്ലാതെ ഇങ്ങനെ ആൾക്കാർ ചെയ്യുമ്പോൾ അവര് വ്യാജന്മാരല്ലേ ഇത് ചെയ്യിക്കുന്നെന്നൊരു ചോദ്യം വരുന്നുണ്ട്. അത് തടയുവോ ഈ ബില്ല്? ഡോക്ടർ ഉമ? വ്യാജന്മാർ എന്ന് വെച്ചാല് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു അല്ല, ഹോസ്പിറ്റലല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഇപ്പൊ ലാബ് അതായത് ഇപ്പൊ ഒരു മെഡിക്കൽ സ്റ്റോറുകാരൻ ഒരു റൂം എടുത്തിട്ട് അവന്റെ മെഡിക്കൽ സ്റ്റോറിന് അടുത്ത് തന്നെ ഒരു ബിൽഡിംഗ് എടുത്തിട്ട് അവിടെ ഗൈനക്കോളജിസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ ഓർത്തോ സർജൻ വരുന്നു, പീഡിയാട്രിഷ്യൻ വരുന്നു, അതുപോലെ തന്നെ ഡെർമറ്റോളജി വരുന്നു. അപ്പൊ ഇവര് വന്ന് ചികിത്സിച്ചിട്ട് പോകുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡോക്ടർ അല്ലല്ലോ നടത്തുന്നത്. അപ്പം ഈ ഒരു ഫാർമസിക്കാരനല്ല ആൾ നടത്തിയാൽ അയാളെ നമുക്ക് വ്യാജന്റെ കാറ്റഗറിയിലല്ലേ പെടുത്താൻ പറ്റുള്ളൂ. അപ്പം തീർച്ചയായും ഈ നേരത്തെ പറഞ്ഞ 50,000, 2 ലക്ഷം, 5 ലക്ഷം അത് അവർക്ക് ബാധകമല്ലേ? ഡോക്ടർ പറയട്ടെ. ഡോക്ടർ, ഇത് നമ്മുടെ ഓരോ റെക്കഗ്നൈസ്ഡ് സിസ്റ്റം ഓഫ് മെഡിസിന്റെ ക്ലിനിക്കാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പൊ അതില് നമ്മള് ഈ ഫാർമസി പോലെയുള്ള സ്ഥാപനങ്ങൾ ഡോക്ടർ വരുന്നിപ്പോ ഹോമിയോ മെഡിക്കൽ സ്റ്റോറിലും ഡോക്ടേഴ്സ് വരുന്നുണ്ടല്ലോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അങ്ങനെയും ചെയ്യുന്നുണ്ടല്ലോ, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഹോമിയോ ഡോക്ടേഴ്സും ഹോമിയോ മെഡിക്കൽ സ്റ്റോറിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ അലോപ്പതി മെഡിക്കൽ സ്റ്റോറിലും അലോപ്പതി ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ സ്ഥാപനങ്ങള് രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ. ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലല്ലല്ലോ രജിസ്റ്റർ ചെയ്യുന്നത്. അതാണ് ഡോക്ടർ ചോദിച്ചത്. അങ്ങനെ ഒരു ഞാൻ ചോദിച്ചത്. പ്രശ്നം അപ്പൊ അങ്ങനെ അത് ചെയ്യുന്നുണ്ട്. അതെ, ഇത് ഈ ആക്ടിനെതിരെ തന്നെ ഒരുപാട് കേസുകൾ ആദ്യമേ പോയിട്ടുണ്ട്. ഗുജറാത്ത് സ്റ്റേറ്റിൽ നിന്നാണ് ഞാൻ പറഞ്ഞല്ലോ, കേരള, ഗുജറാത്ത്, ഗോവയില് ഇത് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അവരാദ്യമേ ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വെബ്സൈറ്റിലെടുത്ത് നോക്കിയാൽ അറിയാം. പക്ഷെ അതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇത് രജിസ്ട്രേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ലെറ്റസ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പരിപാടി അവസാനിപ്പിക്കുന്ന സമയമായിരുന്നു. ഷഫീഖ് ഡോക്ടറെ നന്ദി പറയാൻ വിളിക്കണം. ഷഫീഖ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാവോ? കേൾക്കാം ഡോക്ടർ, കേൾക്കാം. അല്ല, എനിക്ക് ഒരു സംശയം കൂടി. അതാ IMA എന്തോ കേസ് കൊടുത്തോണ്ട് ഇവിടെ കേരളത്തിലും ഇപ്പം അവർക്ക് അത് ബാധകമില്ല എന്നുള്ള രീതിയിലല്ലേ ഈ ഒരു ചെറിയ ക്ലിനിക് ഒക്കെ നടത്തുന്നവർക്ക് അങ്ങനെ എന്തോ 10 ബെഡിൽ കൂടുതൽ എന്തോ ഇതുള്ള ഹോസ്പിറ്റലിന് ബാധകമുള്ളൂ എന്നുള്ള രീതിയിലല്ലേ പറയുന്നത്? അതാണോ? ഡോക്ടർ ഉമ്മയുടെ ചോദ്യം. അത് ഞാൻ അപ്ഡേറ്റഡ് അല്ല. IMA അങ്ങനെ എന്തോ ഒരു കേസ് കൊടുത്തിട്ടുള്ളതായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ ഇപ്പം അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നോ അങ്ങനെ എന്തോ പറയുന്നത് കേട്ടു. അതാണ് വലിയ ഹോസ്പിറ്റലുകളെ, അതായത് 10ഓ 15ഓ ബെഡിൽ കൂടുതലുള്ള ഹോസ്പിറ്റലുകളെ ഇപ്പൊ തൽക്കാലം അവർ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കൊണ്ട് കേസ് കൊടുത്താൽ നമുക്കും അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. തീരുമാനം എടുത്തിട്ട് ഇതുപോലെ ഈ ഒറ്റ ഡോക്ടർ ഉള്ളവര്, 2 പേരുള്ളവര്, അങ്ങനെയൊക്കെ ഉള്ള ഡോക്ടേഴ്സിന് എന്ത് വേണം എന്നുള്ളത് നമ്മുടെ അസോസിയേഷനിൽ തീരുമാനിക്കാവുന്നതാണ്. അല്ല, അങ്ങനെ ഒന്ന് നമ്മളും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെങ്കിലും എനിക്ക് ആദ്യം മുതലെല്ലാം കേൾക്കാൻ കഴിഞ്ഞില്ല. 1-2 കോൾ വന്നതുകൊണ്ട്. എന്താണെങ്കിലും ഡിസ്കഷനിൽ ഒരുപാട് പേര് കാര്യപ്രസക്തമായ സംശയങ്ങൾ എന്നെ ചോദിച്ചിട്ടുള്ളത്. അതിനൊക്കെ നമ്മൾ വേണ്ട നടപടികൾ ഭാവിയിൽ ഉണ്ടാകണം. എന്താണെങ്കിലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നല്ല രീതിയിൽ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് തന്നതിന് ഡോക്ടർക്ക് IFPHന്റെ പേരിലും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലും അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് ഇനി ഇതിന്റെ തുടരേണ്ടതുണ്ട്. ഇനി ഒരു ദിവസം ബാക്കി കുറച്ച് കാര്യങ്ങൾ പകുതിയായിട്ടില്ല, അല്ലെ? കുറച്ച് ഭാഗം ഇനി ഉണ്ടല്ലോ. അപ്പൊ തീർച്ചയായും നമുക്ക് സീരിയസ് ആയിട്ട് വെക്കാം. അപ്പൊ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുകയും മറ്റുള്ളത് അത്യാവശ്യം, വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് പറഞ്ഞ പോലെ നിലനിൽപ്പിന്റെ പ്രശ്നം തന്നെയാണ്. ചർച്ചകളൊക്കെ വേണ്ടി വരുന്ന ഒരു മേഖലയാണ്. ഒരിടത്ത് ഇരുന്നിട്ട് ക്ലൂ ഒക്കെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഇരിക്കണ്ടേ? ഇരിപ്പിടം പോകുന്ന ഒരു പരിപാടി ദയവായി ശ്രദ്ധിക്കുക.
എന്തായാലും വളരെ നല്ല വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എനിക്ക് സന്തോഷം തോന്നുന്ന കാര്യം നമ്മുടെ കോളേജുകളിൽ അധ്യാപകർ ഇതിന് മുന്നോട്ട് വരിക എന്നുള്ളത് വളരെ കുറവാണ്. എന്തായാലും ഡോക്ടർ ഉമ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഞാൻ രാജേഷിനെ ആദ്യം വിളിച്ചു, ഡോക്ടർ ഹസ്ബൻഡ്. രാജേഷ് നല്ല മിടുക്കനായ ഡോക്ടറാണ്. ഗവൺമെന്റ് കോളേജിൽ പോയി നോക്കിയ ഒരു ഫിസിയോതെറാപ്പി ഉണ്ടെങ്കിൽ അത്ര സുന്ദരമായിട്ട് മാറ്റിയ മിടുക്കനായ ഡോക്ടർ രാജേഷാണ്. രാജേഷിന്റെ വൈഫാണ് ഡോക്ടർ ഉമ. രണ്ടുപേരും ഡോക്ടർമാരാണ്. എന്തായാലും വന്നതിന് വളരെ സന്തോഷം. വീണ്ടും വരിക. ഇതോടെ ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. നാളെ രാത്രി ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.